Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi as-sami'il alim. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. നമ്മൾ ഇൻട്രൊഡക്ഷൻ മനസ്സിലാവുന്നത് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മൊത്തത്തിൽ ഒരുപാട് സ്പെക്ട്രത്തിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ട്. അതായത് നമ്മൾ പരിപാടിയിൽ നിന്ന് ആളുകൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അറ്റൻഡ് ചെയ്ത് പോകുന്ന ആളുകൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു പരിപാടി രണ്ട് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഒന്ന്, നേരിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ രണ്ട് വശങ്ങളെ കുറിച്ച് സംസാരിക്കണം എന്നാണ് നമ്മളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ തൊയ്യബ് സാഹിബ് എന്നോട് പറഞ്ഞത്. ഒന്ന്, അതിന്റെ ശരീഅത്ത് അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഒരു 50-50 എന്നുള്ള റേഞ്ചിൽ ശരീഅത്ത് അധിഷ്ഠിതമായിട്ടുള്ള ശരിയ കോംപ്ലയൻസ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് പറയണം. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് പറയണം. ഈ രണ്ട് സംഗതികൾ ആണ് ഈ ഒരു പ്രോഗ്രാം ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ധാരണ. ഇനി വേണമെങ്കിൽ നമുക്ക് മൂന്നാമതൊരു ആംഗിൾ കൂടി ഇതിൽ ചേർക്കാം. സമയവും സന്ദർഭവും ഒക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു ലൈഫ് ഡിസിപ്ലിൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹവും അങ്ങനെ ഒരു കൺസേൺ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും എന്താണ് വ്യത്യാസം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വളരെ ബ്രീഫായിട്ട് അത് പറയാം. അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ള നിലക്ക് നമുക്ക് അതിലേക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ വൈ ഇൻവെസ്റ്റ്, എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവാം. ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഈ ഓഡിയൻസിൽ ഭൂരിഭാഗവും സാലറീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകളിലും ഉണ്ടാവും. എന്ത് തന്നെ ആയാലും, ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ശരി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മോറോർലെസ് സംഭവിക്കാൻ പോകുന്നു. ഒന്ന്, ലിവ് പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും ലഭിക്കുന്ന നിങ്ങളുടെ പേ ചെക്ക് അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ഈ മാസം നിങ്ങളുടെ പേ ചെക്ക് കിട്ടി, നിങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത മാസത്തെ പേ ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലയബിലിറ്റീസ് അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത മാസത്തെ പേ ചെക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ്. ഇത് ടിപ്പിക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരി, അദ്ദേഹം എത്ര ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ആളായിക്കോട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടിപ്പിക്കൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഹി ലിവ്സ് പേ ചെക്ക് ടു പേ ചെക്ക് എന്നുള്ളതാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ ആൻഡ് ദാറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് ആൻഡ് ബിൽഡ് യുവർ വെൽത്ത്. രണ്ടാമത്തത്, എക്സ്പെൻഡിച്ചർ ബീറ്റ്സ് ഇൻകം ആൻഡ് സേവിങ്സ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തൽപരനല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട സംഗതികളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതൊരു മോറലെസ് ഒരു നാച്ചുറൽ ലോ ആണ്. നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ വിൽ ബീറ്റ് ഇൻകം ആൻഡ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻകം ഇപ്പൊ 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഒരു ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ആണ്. യുവർ എക്സ്പെൻഡിച്ചർ വിൽ എക്സ്പാൻഡ് ടു യുവർ ഇൻകം. നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിലേക്ക് വികസിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ എക്സ്പെൻഡിച്ചേഴ്സിനുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു ഫങ്ഷൻ ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും.
നിങ്ങൾക്ക് എത്രത്തോളം ഇൻകം ഉണ്ടോ അതിലേക്ക് വികസിക്കാനും അതുപോലെ തന്നെ അത്രയധികം ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് വളരെ നാച്ചുറൽ. 1,00,000 രൂപ കയ്യിൽ വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 1,00,000 രൂപ സാലറി ഉള്ള അല്ലെങ്കിൽ ഇൻകം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിലാവും ഏകദേശം 1,00,000 രൂപ തന്നെയാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മേ ബി അതിൽ കവിഞ്ഞ് ചില ലയബിലിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുണ്ട്. ഇനി 10 ലക്ഷം രൂപയായി വർദ്ധിച്ചാലും അതിനനുസൃതമായിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസം, ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല, മോറലെസ് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ വളരെ അക്യൂട്ടായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻഡിച്ചറിൽ വളരെ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ ഇതാണ് നാച്ചുറലി സംഭവിക്കാൻ പോകുന്നത്. മൂന്നാമത്തത്, സ്റ്റോപ്പ് ജനറേറ്റിംഗ് ഇൻകം, then you will face financial ruin. ഒരു റിസ്ക്, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻകം അത് സമ്പാദിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരിക എന്നുള്ളതാണ്. ഇതാർക്കും സംഭവിക്കാം. അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഒന്ന്, ഇൽനെസ് കൊണ്ട് സംഭവിക്കാം, ഫിസിക്കൽ ഇൻകപ്പാസിറ്റേഷൻ കൊണ്ട് സംഭവിക്കാം, ഇക്കണോമിക് റീസൺസ് കൊണ്ട് സംഭവിക്കാം, അതുപോലെ തന്നെ സം അതർ കറ്റാസ്ട്രോഫിക് ഇവന്റ്സ് കൊണ്ടൊക്കെ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ്. ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും, എത്ര വലിയ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, എത്ര ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരാൾക്കും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇൻകം ജനറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇല്ലാതാവുക, അല്ലെങ്കിൽ അത് കൺസിഡറബിളി ഡിഗ്രേഡഡ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ സംഭവിക്കുന്നത് ഫൈനാൻഷ്യൽ റൂയിൻ എന്ന് പറയുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഒരേ ഒരു മെത്തേഡ് ഒരാളുടെ കയ്യിലുള്ളത് അദ്ദേഹം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ റെഡ്യൂസസ് പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ജീവിതത്തിലെ ഒരു സത്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്. എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറഞ്ഞു വരുന്ന ഒരു സംഗതിയാണ്. ഇന്നത്തെ 100 രൂപ എന്ന് പറയുന്നത് നാളത്തെ 50 രൂപയാണ്. കാരണം 100 രൂപ കൊണ്ട് നമുക്ക് ഇന്ന് വാങ്ങിക്കാവുന്ന സാധന സേവനങ്ങൾ നാളെ അത് 50 രൂപയുടേതായി തീരും. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ മൂല്യം 50 രൂപയിലേക്ക് വരും. ഇതിനെ കൗണ്ടർ ചെയ്യാൻ നമുക്കുള്ള ഏക ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഇൻവെസ്റ്റ്മെന്റ്. നൗ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഇൻവെസ്റ്റ്, he will never achieve larger financial goals. ലാർജർ ഫൈനാൻഷ്യൽ ഗോൾസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സ്വന്തമായിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്കപ്പുറം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല സംഗതികളും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഹൗ മച്ച് ഡു യു അച്ചീവ് യുവർ ലാർജർ ഫൈനാൻഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ സെക്കൻഡറി ടെർഷറി ലെവലിൽ നിൽക്കുന്ന പല ആസ്പിരേഷൻസും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ. അത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്യുമനും ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു വിൽ നെവർ ബിക്കം വെൽത്തി ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ്. എങ്ങനെയാണ് ഒരു വ്യക്തി സമ്പന്നനായി തീരുന്നത്? ഒരു വ്യക്തി സമ്പന്നനായി തീരുന്നതിന് 3-4 റീസൺസേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുക ജീവിതത്തിൽ. പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും പ്ലാൻ ചെയ്യാതെ പ്രതീക്ഷിക്കാതെ ഒട്ടും തന്നെ അദ്ദേഹം ഒരു നിലയ്ക്കും അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഫൈനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടാവുക. അത് ഇൻഹെറിറ്റൻസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിൻഫോൾ ഗെയിൻസ് ആവാം. ഇത് ഇത് വളരെ കുറഞ്ഞ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ തന്നെ വളരെ ഡിലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സംഗതിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ അവരുടെ വെൽത്ത് സിറ്റുവേഷൻ
എന്താണ് വെൽത്ത് എന്ന് പറയുന്നത്? അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴാണ് വെൽത്തി, ആർ യു വെൽത്തി ഓർ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആർ യു വെൽത്തി ഓർ നോട്ട്? ആം ഐ വെൽത്തി ഓർ നോട്ട്? ഒറ്റ സംഗതിയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ നിമിഷം അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കറണ്ട് ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുകയോ ചെയ്താൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ലൈഫ് സ്റ്റൈലാണോ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിത നിലവാരം എന്നുള്ളതിൽ യാതൊരു ഇടിവും പറ്റാത്ത രൂപത്തിൽ നിങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ? അതിന് മതിയായ വെൽത്ത് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ വെൽത്തിൽ നിന്നുള്ള ഇൻകം കൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് നാളെ മുന്നോട്ട് പോകാൻ സാധിക്കത്തക്ക രൂപത്തിലുള്ള വെൽത്ത് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ വെൽത്തി. അതല്ല നിങ്ങളുടെ ഉത്തരം ഇന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മറ്റൊരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസകരമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതാവസ്ഥകളിൽ നിന്നും എനിക്ക് ഒരുപാട് താഴത്തേക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ഞെരുക്കം ഞാൻ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ബാധ്യതകളിൽ അകപ്പെടും എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ, then the answer is you are not at all wealthy. അപ്പോ ബിക്കമിങ് വെൽത്തി അല്ലെങ്കിൽ നിങ്ങൾ വെൽത്തി ആയിട്ടുള്ള ഒരാളായി മാറണമെങ്കിൽ സാമാന്യേന അല്ലെങ്കിൽ ആസ് ഓഫ് എ നോം യു ഷുഡ് ഇൻവെസ്റ്റ്, അതർവൈസ് യു ആർ നെവർ ഗോയിങ് ടു ബിക്കം വെൽത്തി. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു വിൽ നോട്ട് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. എന്നാൽ സാധ്യതകൾ എന്താണ്? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നുകൊണ്ട് നിങ്ങൾ ഫൈനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആകാനുള്ള വലിയൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ലേറ്റർ സ്റ്റേജസ് ഇൻ ലൈഫ് ആയിരിക്കാം, നിങ്ങളുടെ ഓൾഡ് ഏജിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട് നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ അത് സംഭവിക്കാം. ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അതൊരു വലിയ റിസ്ക് ആണ്. ഏതൊരു മനുഷ്യനും അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതിയാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രം their parents or from their children or from their siblings, nobody will covet financial dependence. Everybody will want to avoid it and become financially independent. ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക. ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ ഉള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യു വിൽ ഗെറ്റ് വെൽത്തിയർ. നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണോ ഉള്ളത്, ആസ് കമ്പയർഡ് ടു യുവർ വെൽത്ത് പൊസിഷൻ, നിങ്ങളുടെ ജീവിതത്തിലെ വെൽത്ത് പൊസിഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഏത് പൊസിഷനിലാണോ ഉള്ളത് അവിടെ നിന്നും ബെറ്റർ ആവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള പ്രായോഗികമായിട്ടുള്ള ഏക വഴിയാണ് ടു ഇൻവെസ്റ്റ് ആൻഡ് ബിൽഡ് യുവർ വെൽത്ത്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇഫ് യു വാണ്ട് ടു ബിക്കം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, അതായത് നമ്മളുടെ ജോലിയെ ആശ്രയിക്കാതെ, നമ്മളുടെ മക്കളെ ആശ്രയിക്കാതെ, നമ്മളുടെ പേരൻസിനെ ആശ്രയിക്കാതെ, നമ്മളുടെ കൂട്ടുകുടുംബാദികളെ ആശ്രയിക്കാതെ ഫൈനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ദെൻ ഫുൾഫിൽ ലാർജർ ഫൈനാൻഷ്യൽ ഗോൾസ്. എന്താ ലാർജർ ഫൈനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണയായി നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾക്കപ്പുറം നമ്മൾ നേടണമെന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആസ്പിറേഷൻസ് ആയിട്ട് നിലനിൽക്കുന്ന പല സംഗതികളും നമുക്ക് നേടണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയറിലേക്ക്, ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് ഉണ്ട്. ടു റിട്ടയർ കംഫർട്ടബിളി, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീണ്ട ഒരു പ്രവാസത്തിന് ശേഷം അല്ലെങ്കിൽ നീണ്ട ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കംഫർട്ടബിൾ ആയിട്ട് ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ സാമ്പത്തികമായിട്ടുള്ള മറ്റൊരു സംഗതിയെക്കുറിച്ചും ബോധേഡ് ആവാതെ ഒന്ന് റിട്ടയർ ആവുക. അത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചൊക്കെ യൗവനത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ റിട്ടയർമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ the only way is to invest your money wisely.
ദെൻ ടു ബിക്കം എ ഗിവർ, നിങ്ങൾക്ക് നൽകുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ, ഒരു ദായകനാകണമെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് അത് നൽകുന്ന, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നമ്മളുടെ ലാർജർ ഗോൾസ്, ഇതൊക്കെ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് അത് ദുനിയാവും ആഖിറത്തും കൂടിയതാണ്. ദുനിയാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കണികയാണെങ്കിൽ പോലും നമ്മളുടെ ദുനിയാ മസ്റഅത്തുൽ ആഖിറ എന്ന് പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപേക്ഷിച്ചു പോകണമെങ്കിൽ, ജാരിയായ ഒരു സദഖ, ഒരു വഖഫ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നെന്നും ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ വലിയ അളവിലുള്ള ഒരു വഖഫ് അല്ലെങ്കിൽ ജാരിയായ ഒരു സദഖ നമുക്ക് എല്ലാ കാലത്തും ഖബറിലും ആഖിറത്തിലും നിരന്തരമായി പ്രതിഫലം കിട്ടുന്ന എന്തെങ്കിലും ഉപേക്ഷിച്ചു പോകണമെങ്കിൽ, ദാനം ചെയ്തു പോകണമെങ്കിൽ, നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് ജീവിതത്തിന്റെ അന്ത്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മേഖല, അതിൽ പ്രവർത്തിക്കുന്നതിന് മറ്റൊന്നും തടസ്സമല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു എസ്റ്റേറ്റ് ബിൽഡ് ചെയ്യണമെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതെന്താണ്? അത് ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും അജഗജാന്തരം, അല്ലെങ്കിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയും തമ്മിൽ. ഇതൊരു സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പല ആളുകളും ഒരു ട്രാപ്പിൽ അകപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു മിസ്കൺസെപ്ഷനിൽ അകപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സേവ് ചെയ്യുന്നുണ്ടാവും. പല ആളുകളും സേവിങ്സ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. ഒരു 1,00,000 രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1,00,000 രൂപയും ചെലവഴിക്കണമെന്ന് അയാൾ വാശി പിടിക്കൂല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചെലവുകൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ചില സേവിങ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എല്ലാ ആളുകളും, സെൻസിബിൾ ആയിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നതാണ് കുറച്ച് സേവ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ സേവിങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ് സേവിങ് എന്ന് പറയുന്നത്? സേവിങ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് യുവർ ഇൻകം യു സെറ്റ് അസൈഡ് ഫോർ ഫ്യൂച്ചർ കൺസംഷൻ. സേവിങ്സിന് ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ 100 രൂപ ചെലവാക്കാതെ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? നാളെ 100 രൂപ ചെലവാക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു റീറ്റെയിൻഡ് പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതായത് നിങ്ങൾ ഒരു പവർ റീറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഊർജവും ഇന്ന് തന്നെ ചെലവഴിക്കാതെ നാളത്തേക്ക് കൂടി ഒന്ന് സേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിങ് യുവർ സേവിങ്സ് ടു വർക്ക് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേവിങ്സിനെ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് സെലക്ട് എ വെഹിക്കിൾ. നിങ്ങൾക്ക് ഒരു വെഹിക്കിൾ ആവശ്യമായിട്ട് വരും, ഒരു ഉപകരണം ആവശ്യമായിട്ട് വരും ആ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അതിനെ നമ്മൾ പല രൂപത്തിൽ പല മേഖലകളിലായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. നമ്മളുടെ അധ്വാനം വ്യയം ചെയ്തുകൊണ്ട് നേടുന്ന നമ്മളുടെ ഒരു ഇൻകം, അതിലുപരിയായിട്ട് നമ്മളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളുടെ കൂടെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഉണ്ട്. ഷെയർസ് ഉണ്ട്, ബോണ്ട്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, ദാറ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതില് ഓരോരുത്തരും അവരുടെ അഭിരുചിക്കനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ എക്സ്പെർട്ടീസിനനുസരിച്ചും മേഖലകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഫ്രെയിം വർക്ക് കൂടി നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ സന്നിവേശിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് വളരെ ലളിതമാണ്. ഇതിൽ ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള
സംഗതികൾ ഉണ്ടാവാം, പക്ഷെ അത് എല്ലാവർക്കും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള ലളിതമായിട്ടുള്ള ചില തത്വങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഗതി വളരെ ലളിതമായിട്ട് അനുഭവപ്പെടും. ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ ലെവലില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രയോജനങ്ങളാണ് നമുക്ക് കിട്ടുക. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തന്നെയുള്ള ഈൽഡ്, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള വരുമാനം, ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വരുമാനം, ഇതാണ് ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രയോജനം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ തന്നെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വർധനവ്. ഇതിന് നമ്മൾ ടെക്നിക്കലായിട്ട് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും. ഒന്നാമത്തേത് ഇൻകം, രണ്ടാമത്തേത് ക്യാപിറ്റൽ ഗെയിൻസ്. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒന്നും കിട്ടാനില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തു, ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കും, അതേ സമയത്ത് അല്ലെങ്കിൽ അതിന് പുറമെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാം. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻസ് അതുപോലെ തന്നെ ഇൻകം, ഈ രണ്ട് സംഗതികളാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുക. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു തലമാണ്. അതായത് ഇവിടെയല്ല ഇൻവെസ്റ്റ്മെന്റ് ഒരു മാജിക് എന്ന് പറയുന്നത്, ഈ ലെവലിലല്ല. ഇതിന്റെ അടുത്ത ലെവലിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഒരു മാജിക് എന്ന് പറയുന്നത്. അതിസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ സമ്പത്ത് ആർജിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ജീവിതം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒറ്റ സംഗതിയാണ്. കമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ് ഏതൊരു വ്യക്തിയെയും അതിസമ്പന്നനാക്കുന്നത്. എന്താണ് കമ്പൗണ്ടിങ് എന്ന് പറയുന്നത്? കമ്പൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കമ്പൗണ്ടിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ, ഫിസിക്സിൽ നൊബേൽ പ്രൈസ് ജേതാവായിട്ടുള്ള, അതുപോലെ തന്നെ ലോകത്ത് സമാനതകളില്ലാത്ത ശാസ്ത്ര സംഭാവനകൾ നൽകിയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ കമ്പൗണ്ടിങ്ങിനെ വിളിച്ചത് ദ എയ്ത്ത് വണ്ടർ ഓഫ് ദി വേൾഡ് എന്നാണ്. അപ്പൊ എന്താണ് ഈ കമ്പൗണ്ടിങ് എന്ന് പറയുന്നത്? കമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഇരട്ടിപ്പിന്റെ ഒരു ശാസ്ത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയവും അതുപോലെ തന്നെ അതിലേക്കുള്ള ഊർജവും പരമാവധി നമ്മൾ നൽകിക്കൊണ്ട് പൈസയെ അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്തിനെ വലിയ തോതിൽ വികസിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് കമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു ടേബിൾ നോക്കിയിട്ട് നമുക്ക് ആ സംഗതി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വെൽത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടുന്നു എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മാത്രമാണ്. നമ്മൾ ചെയ്യേണ്ടത് ആ ഇൻകത്തിനെയും ക്യാപിറ്റൽ ഗെയിൻസിനെയും റീഇൻവെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോവുക. ഈ രണ്ട് സംഗതികളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പരിണിതി എന്ന് പറയുന്നതാണ് കമ്പൗണ്ടിങ്. അതിന് ഒരാളുടെ സ്കില്ലോ അല്ലെങ്കിൽ ഒരാളുടെ കഴിവോ അല്ലെങ്കിൽ ഒരാളുടെ മറ്റു തലത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള വൈഭവങ്ങളോ ഒന്നും തന്നെ അവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ രണ്ട് സംഗതികൾ ഓർത്തു വെക്കുക. ഒന്ന്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾ നന്നായിരിക്കുക. രണ്ടാമത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഗെയിൻസിനെ റീഇൻവെസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടർച്ചയായിട്ട് ഒരു നൈരന്തര്യത്തോടു കൂടി കൊണ്ടുപോവുക എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും ഈസ് കമ്പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പരിണിതി എന്ന് പറയുന്നത് കമ്പൗണ്ടിങ് എന്നുള്ളതാണ്. ഹിസ് വെൽത്ത് വിൽ ബി കമ്പൗണ്ടഡ്. അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇതിനെ കൊണ്ട് മനസ്സിലാക്കാം. ഒന്ന്, ഒരു 5000 രൂപ. 5000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേൾക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയല്ല. 5000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുകയാണ്. ഈ 5000 രൂപ എന്ന് പറയുന്നത് ഒരാൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് ഫെയിൽ ഈസ് ഇൻവെസ്റ്റിംഗ് എവറി മന്ത് 5000 rupees ഇൻ ആൻ ഇൻസ്ട്രുമെന്റ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, അത് 10% പെർ ആനം, 10% വാർഷിക വരുമാനം നൽകുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കും. എങ്ങനെ? അദ്ദേഹം 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 25, 30 ഇത്രയും
ടൈം ഫ്രെയിമിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന്, അദ്ദേഹം 5 വർഷത്തിനൊടുവിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, എല്ലാ മാസവും 5000 രൂപ നിക്ഷേപിക്കുന്ന ഒരു വ്യക്തി 5 വർഷത്തിനൊടുവിൽ 3,90,000 രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ 10% വാർഷിക വരുമാനത്തിൽ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 3,90,000 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം 10 വർഷത്തിനൊടുവിൽ അദ്ദേഹം 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10,30,000 രൂപയായിട്ടുണ്ടാവും. 15 വർഷത്തിനൊടുവിൽ 9 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് 20,90,000 രൂപയായിരിക്കും. 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം, 20 വർഷത്തിൽ 38,30,000 രൂപ അദ്ദേഹത്തിന്റെ വെൽത്തിന്റെ സൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ 25 വർഷത്തിനൊടുവിൽ 15 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ തോത്, അതിന്റെ വളർച്ച എന്ന് പറയുന്നത് 66,90,000 രൂപയായിരിക്കും. 30 വർഷത്തിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് 18 ലക്ഷമായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് 1,14,00,000 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും. ഇത് 10% വരുമാന നിരക്ക് എന്ന് പറയുന്ന വളരെ നോമിനൽ ആയിട്ടുള്ള, വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു വരുമാന നിരക്കിൽ 5000 രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു കോർപ്പസിന്റെ സൈസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സയൻസിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും കുറച്ച് അക്യുമെന്റ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇവിടെ 2 വേരിയബിൾസ് ആണുള്ളത്. ഇവിടെ 3 വേരിയബിൾസ് ആണുള്ളത്. ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഇതാണ് ഒന്നാമത്തെ വേരിയബിൾ. രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എത്രയാണ് റേറ്റ് ഓഫ് റിട്ടേൺ. മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ടൈം ഡ്യൂറേഷൻ. ഈ 3 വേരിയബിൾസ് മാത്രമേ ഈ ഇക്വേഷനിലുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 3 വേരിയബിൾസ് മാത്രമേ ഇക്വേഷനിലുള്ളൂ. പാസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ആക്റ്റീവായിട്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ ഒന്നും ആവശ്യമില്ല. അതായത് ഓരോ വർഷവും 20%, 30%, 50% റിട്ടേൺസിന്റെ ആവശ്യം ഇല്ല പ്രാക്ടിക്കലി. അത് കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷേ പ്രാക്ടിക്കലി അത് പോസിബിളും അല്ല. ഒന്നാമത് കാരണം മാർക്കറ്റ് സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള 8%, 10% പെർ ആൻഡം എന്ന് പറയുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം സമയം നമ്മൾക്ക് ഇൻവെസ്റ്റഡ് ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ, അത്രയും ഡ്രമാറ്റിക് ആയിട്ടുള്ള നമ്മളുടെ വെൽത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടേബിൾ കാണിക്കുന്നത്. ദ മോർ യു സ്റ്റേ ഇൻവെസ്റ്റഡ്, the more will be your gains. Just like that, the more you invest, the more will be your gain in wealth എന്നുള്ളതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ കൂടുതൽ സമയം കൊടുക്കുക, ഒന്ന് ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ സമയം കൊടുക്കുക. എത്രയധികം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ അത്രയധികം നിങ്ങളുടെ ഇൻകത്തിന്റെ ഒരു പ്രൊപ്പോർഷൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ കൊടുക്കുക എന്ന് ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും മാസീവ് വെൽത്ത് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതി. അതിലൊരു മാജിക്കിന്റെയോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എബിലിറ്റിയുടെയോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ടാലന്റിന്റെയോ ഒന്നും ഒരു കാര്യം ഇല്ല. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ടാലന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതെന്താണ്? ഡിസിപ്ലിൻ. ദാറ്റ് ഈസ് വെരി റെയർ. ഈ സംഗതിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ റെയറാണ്. പറയാൻ വളരെ എളുപ്പവും പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ഡിസിപ്ലിൻ. അത് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലാവുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടും. എനിവേ, ഇതാണ് എനിക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പിക്ചർ. ഇനി നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സംഗതികളാണ് പറയാനായിട്ട് ഉണ്ടാവുക.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് പല പല സംഗതിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കമ്മോഡിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പല പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടൊരു പ്ലേസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്സ്. എന്തുകൊണ്ട്? എത്ര ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ എത്ര ചെറിയ ക്യാപിറ്റൽ കൊണ്ടുപോകുന്നതാണെങ്കിലും ശരി, ഇഫ് യു ആർ എ ബിഗ് ഷോട്ട്, ഇഫ് യു ആർ എ സീസൺഡ് ഇൻവെസ്റ്റർ, സ്റ്റോക്ക് മാർക്കറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എനിബഡി. ഇതിൽ എല്ലാവർക്കും അവരുടേതായ സ്പേസ് അനുവദിച്ച് നൽകുന്ന ഒരു സംവിധാനമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള സംഗതികളൊന്നും തന്നെ നമ്മൾ പറയുന്നില്ല. അത് പറയാനുള്ള ഒരു സന്ദർഭവും അത്രയും സമയം നമ്മളുടെ കയ്യിലില്ല. പിന്നെ ഈ ഒരു ഓഡിയൻസ് കുറച്ചും കൂടി ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ചുള്ള ധാരണയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് ശരിയായ ആസ്പെക്ട്സ്, അപ്പൊ നമ്മൾ വെൽത്ത് ക്രിയേഷനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വെൽത്ത് ജനറേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. ഇത് വെൽത്ത് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ഫളലിനെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഫളലിനെ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച അനുഗ്രഹങ്ങളെ തേടുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നതിന് തുല്യമാണ്. അതിനോട് നമ്മൾ ആ വെൽത്തിനോട് ശരിയായ സമീപനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നുള്ളത് വസ്തുതയാണ്. അത് മറന്നുകൊണ്ട് പണത്തിന് പിന്നാലെ അല്ലെങ്കിൽ വെൽത്തിന് പിന്നാലെ അത് മാത്രം ആത്യന്തികമായ ലക്ഷ്യമായിട്ട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് എന്നുള്ളത് മാത്രമല്ല, അത് നാശകാരിയാകും. അത് ആ ഒരു അപ്രോച്ച് ടു ലൈഫ് എന്ന് പറയുന്നത് നാശകാരിയാകും എന്നുള്ള ധാരണയൊക്കെ നമ്മൾക്കുണ്ട്. പക്ഷെ അള്ളാഹു സമ്പത്തിനെ വിശേഷിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നാണ്. സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അത് നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് എന്നുള്ളത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ സമ്പത്ത് തേടുക അല്ലെങ്കിൽ സമ്പത്ത് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിന് നിരക്കാത്തതോ അല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയോ ഒന്നുമല്ല. എന്നാൽ കിട്ടിയ സമ്പത്ത് ശരിയായി വിനിയോഗിക്കുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധ ബാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനോട് ശരിയായ ഇസ്ലാമിക പരിപ്രേക്ഷ്യം കൂടി വേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ ശർഈ ആയിട്ടുള്ള മാനങ്ങളിൽ ഇസ്ലാമിക നിയമസംഹിതയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിലെ അരുതായ്മകളും അതുപോലെ തന്നെ അതിന് ഹലാലും ഹറാമും അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകുക. എല്ലാതും ചെയ്യുന്ന വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ ശർഈ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടുള്ള പരിപ്രേക്ഷ്യത്തില് വളരെ പുതിയൊരു സംഗതിയാണെങ്കിൽ കൂടിയും അതിന്റെ അസലുകളെല്ലാം ഇസ്ലാം അംഗീകരിച്ചത് തന്നെയാണ്. ഷിർക്കത്ത്, പങ്കാളിത്തം, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിച്ചു. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അസല് എന്ന് പറയുന്നത് ഇസ്ലാമിന് നിരക്കാത്തതോ അല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു സംഗതിയോ ഒന്നുമല്ല. പ്രൈമറി മാർക്കറ്റ്, അതായത് IPO മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആയിട്ട് അതൊരു ഷിർക്കത്താണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് ഫൈനാൻഷ്യൽ ടേംസിൽ പറഞ്ഞാൽ അതിന് മുഷാറൊക്കെ. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മാർക്കറ്റിൽ കമ്പനികൾ അവരുടെ ഓഹരികൾ ആളുകൾക്ക് നൽകി അവരുടെ ഫണ്ട് സ്വീകരിച്ചു, അത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സിലേക്ക് പോയി. അതിനുശേഷം കമ്പനികളുടെ ഓഹരികൾ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്പേസ് ആണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ബൈ ഫി മുഷാറക്ക അല്ലെങ്കിൽ ബൈ ഫി ഷുർക്കത്ത എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു ബിസിനസ്സിലുള്ള പങ്കാളിത്തത്തെ കൈമാറ്റം ചെയ്യുന്ന സ്ഥലം മാത്രമാണ് സെക്കൻഡറി മാർക്കറ്റ്. അവിടെയും നമുക്ക് യാതൊരു തരത്തിലുള്ള നിരോധനങ്ങളും ശർഈൻ്റെതായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല.
ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ ബൈ ഫി ഒഖൂദ് അലൽ മുഷാറക്ക എന്ന് പറയാം. അതിൽ എന്താണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് വരുന്ന മുറയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ സംഗതി, നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ചില കായികകളുണ്ട്, അതായത് ചില നിയമനിർമ്മാണ പശ്ചാത്തലങ്ങളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സയൻസാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് ക്ലിപ്തവും കൃത്യവുമായിട്ടുള്ള ഒരു സയൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ശരീഅത്ത്, ഇസ്ലാമിക നിയമസംഹിത എന്ന് പറയുന്നത്. മറ്റു പല നിയമസംഹിതകൾക്കും പ്രചോദനമായിട്ടുള്ളതും സിസ്റ്റമാറ്റിക് ആയിട്ട് നിയമങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബോഡിയാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ശരീഅത്തിൽ നമുക്ക് പല വിഭജനങ്ങളും കാണാൻ സാധിക്കും. നിയമങ്ങളുടെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നിയമങ്ങളിൽ പല വിഭജനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഇബാദാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊന്നാണ് മുആമലാത്ത് എന്ന് പറയുന്നത്, മറ്റൊന്നാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഒരു ഭാഷയിൽ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള വ്യവഹാരങ്ങളെയാണ് ഇബാദാത്തുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവും അവന്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യരും ഏത് രീതിയിലാണ് ക്രയവിക്രയങ്ങൾ നടത്തുന്നത് എന്നുള്ളതിനെ നിർവചിക്കുന്ന ബോഡിയാണ് ഇബാദാത്ത്. അതിലൊരു കായിദ അല്ലെങ്കിൽ അതിലെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണോ അനുവദിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്താണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന് പുറമേയുള്ളതെല്ലാം തന്നെ നിഷിദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇബാദത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കർമ്മം ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ദീനിൽ നിന്നും വ്യക്തമായ പ്രമാണങ്ങൾ ആദ്യം ഹാസിലാകണം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇന്നതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമാകണം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമസ്കാരം പോലെ, നമസ്കാരം കൃത്യമായിട്ടും അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചതുപോലെ മാത്രമേ നമുക്ക് നിർവഹിക്കാൻ നിർവാഹമുള്ളൂ. അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിന് ബിദ്അത്ത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ദീനിലുള്ള ഇന്നോവേഷൻസ്, കൈകടത്തലുകൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ആവിഷ്കാരങ്ങളെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നിഷിദ്ധമാണ്. എന്നാൽ മറ്റൊരു മേഖല, അത് മനുഷ്യന്റെ ലൗകിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ് മുആമലാത്ത് എന്ന് പറയുന്നത്. ക്രയവിക്രയങ്ങൾ, മനുഷ്യന്റെ സാധാരണഗതിയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികൾ നമ്മൾ ശറഇന്റെ ഭാഷയിൽ മുആമലാത്ത് എന്ന് പറയുന്നു. അവിടെയുള്ള കായിദ എന്ന് പറയുന്ന അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണോ നിരോധിക്കപ്പെട്ടത്, വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് അതിന് പുറമെയുള്ളതെല്ലാം തന്നെ അനുവദനീയമാണ് എന്നുള്ള വിശാലമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യമാണ് ഈ ഒരു വിഷയത്തിൽ അതിന്റെ കായിദ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി നിരോധിക്കപ്പെട്ടു എന്നുള്ളതിന് വ്യക്തമായ പ്രമാണം വേണം. അത് ഖുർആൻ പ്രമാണം എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് തരത്തിലുള്ള പ്രമാണങ്ങളാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് പ്രാഥമികമായിട്ടുള്ള പ്രമാണങ്ങൾ, പ്രൈമറി സോഴ്സസ് എന്ന് നമ്മൾ പറയുന്ന ഖുർആൻ സുന്നത്തും. പ്രൈമറി സോഴ്സസ് നിശബ്ദമായിട്ടുള്ള സംഗതികളിൽ അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള സംഗതികളിൽ നേർക്ക് നേരെ നമുക്ക് വിധികൾ നൽകപ്പെട്ടിട്ടില്ലാത്ത മേഖലകളിൽ ഈ പ്രൈമറി സോഴ്സസിനെ ആധാരമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രണ്ടാമതായി സെക്കൻഡറി സോഴ്സ്, ദ്വിതീയമായിട്ടുള്ള സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇജ്മാ, ഇജ്തിഹാദ്, ഖിയാസ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാഥമികമായിട്ടുള്ള സ്രോതസ്സുകളുടെ അഭാവത്തിൽ ഇജ്മാओ, ഇജ്തിഹാദോ, ഖിയാസോ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ആധുനികമായിട്ടുള്ള ഒരു സംവിധാനത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ കായിദകൾ നമ്മളുടെ മനസ്സിലില്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾക്ക് അത് വഴിവെക്കും. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർണയത്തിലെത്താൻ അനാവശ്യമായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും. അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു കായിദ എന്താണ്,
മുആമലാത്ത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നതാണല്ലോ, മനുഷ്യന്റെ വ്യവഹാരങ്ങളിൽ പെടുന്നതാണ്. അതിലൊന്നാണ് മുആമലാത്ത്, അതായത് മനുഷ്യന്റെ സാമ്പത്തികവും ലൗകികമായിട്ടുള്ള ഇടപാടുകൾ സാമ്പത്തികമായിട്ട് പ്രത്യേകമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. സംഗതിയിൽ ഉൾപ്പെടുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്ന ആധുനിക സാമ്പത്തിക സംവിധാനങ്ങൾ. അപ്പൊ ഇവിടെ ഒരു സംഗതി നിഷിദ്ധമാണോ അല്ല അനുവദനീയമാണോ എന്ന് ഒരാൾക്കൊരു സംശയം തോന്നുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തണമെങ്കിൽ അദ്ദേഹം ഈ കായികയിലേക്ക് മടങ്ങേണ്ടി വരും, ഈ നിയമത്തിലേക്ക് അദ്ദേഹം മടങ്ങേണ്ടി വരും. എന്താണ് ആ നിയമം എന്ന് പറയുന്നത്? നിർണിതമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്രമാണങ്ങളുടെ അഭാവത്തിൽ എല്ലാം തന്നെ അനുവദനീയമാണ് എന്നുള്ള ഒരു കായികയാണ് മുആമലാത്തിനെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിൽ, ഇസ്ലാമിക നിയമ സംഹിതയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, എല്ലാ സംഗതിയും വളരെ എളുപ്പമായി തീരും. അപ്പോ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് നിരോധിക്കപ്പെട്ടത് എന്നുള്ള സംക്ഷിപ്തമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് വിവരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. 3-4 കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിൽ ഖണ്ഡിതമായിട്ട് നിരോധിച്ചിട്ടുള്ളൂ. അത് ഖുർആനും സുന്നത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, പല രൂപത്തിൽ പല ശൈലിയിൽ ഇസ്ലാം നിരോധിച്ചിട്ടുള്ള എല്ലാ സംഗതികളുടെയും ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം ഖണ്ഡിതമായിട്ട് നിരോധിച്ച 3-4 സംഗതികളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് ഒന്ന് എന്ന് പറയുന്നത് പലിശയാണ്. യാതൊരു സംശയവുമില്ലാത്ത വിധം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും, എല്ലാ ആധികാരികരായിട്ടുള്ള പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് പലിശയുടെ നിരോധനം എന്ന് പറയുന്നത്. റിബ, ഇൻട്രസ്റ്റ്, യൂഷ്വറി എന്നെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന റിബ എന്ന് പറയുന്നത് ക്രയവിക്രയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം ഖണ്ഡിതമായിട്ട് നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് പലിശ. അതുപോലെ തന്നെ ഗറർ, ഇത് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ഗറർ എന്ന് പറയുന്നത് എന്താണ്? എക്സസീവ് അൺസർട്ടനിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ ഭാഷാന്തരം ചെയ്യാം. പക്ഷെ എക്സസീവ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. ഗറർ എന്ന് പറയുന്നത് ചതിയിലേക്കോ വഞ്ചനയിലേക്കോ അനാവശ്യമായ തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ശത്രുതയുണ്ടാകുന്ന രൂപത്തിൽ ഒരു ഇടപാടിന്റെ ഏതെങ്കിലും വശങ്ങൾ അവ്യക്തമാകുക എന്നുള്ളതാണ് ഗറർ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഷറഇൽ ഗറർ കൊണ്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ സുതാര്യമായിരിക്കണം. എന്തുകൊണ്ട് അത് സുതാര്യമായിരിക്കണം? ഇടപാട് നടത്തുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് റോളത്താണ്, എന്ന് പറഞ്ഞാൽ പരസ്പര സംതൃപ്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉഭയകക്ഷികൾ തമ്മിലുള്ള സംതൃപ്തി അല്ലെങ്കിൽ സമ്മതം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു കോൺട്രാക്ച്വൽ ആയിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം തന്നെ ഇത് വളരെ വിശദമായിട്ട്, ഇപ്പൊ ഇംഗ്ലീഷ് ലോ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫ്രം കോർഷൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. കോൺട്രാക്ട് ലോ പഠിച്ച ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും, ബികോമിനും എംകോമിനും ഒക്കെ. എന്താ കോൺട്രാക്ട് ലോയിൽ പറയുന്നത്? ഫ്രീ ഫ്രം കോർഷൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ പ്രേരണകളിൽ നിന്ന് മുക്തമായി കൊണ്ടായിരിക്കണം ഒരാൾ ഒരു ഇടപാടിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ പ്രവേശിക്കുന്നത് എന്നുള്ളത് ഇംഗ്ലീഷ് ലോയിൽ ഉള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നൈതികമായിട്ടുള്ള ഒരു അടിസ്ഥാനമാണ്. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ നമ്മൾ അള്ളാഹു സംരക്ഷിച്ച ഒരു സംഗതിയാണ് ഗറർ ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തില് ആ ഒരു ട്രാൻസാക്ഷനിലേക്കോ കോൺട്രാക്റ്റിലേക്കോ വലിച്ചു കൊണ്ടുവരുന്ന രൂപത്തിലോ ഒരാൾ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഖുർആൻ തന്നെ നിരോധിച്ച മൈസിർ എന്ന് പറഞ്ഞാൽ ചൂത്, അതായത് ഗാംബ്ലിംഗ്. എന്താണ് ഗാംബ്ലിംഗ്? ഗാംബ്ലിങ്ങിന് കൃത്യമായ താരീഫ് ഷറയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ ലാഭമായി തീരുക, അല്ലെങ്കിൽ ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടമായി തീരുക. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നേടാൻ
ആ കോൺട്രാക്റ്റിന്റെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റ് ആളുകൾ, ആളോ അല്ലെങ്കിൽ ആളുകളോ എന്തെങ്കിലും നഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അതുകൊണ്ട് ഗെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള എല്ലാ വിധത്തിലുള്ള കോൺട്രാക്ട്സും മൈസർ എന്നുള്ള ഗണത്തിലാണ് ഇസ്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോട്ടറി ഹറാമാകുന്നത്. ലോട്ടറിയിൽ ഒരാൾക്ക് ഒരു പ്രൈസ് കിട്ടുമ്പോൾ, അത് ബമ്പർ പ്രൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുള്ള ഏത് പ്രൈസ് ആയിക്കോട്ടെ, ആ ലോട്ടറി എടുത്തിട്ടുള്ള അനേകം ആളുകൾക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഒരു ബമ്പർ പ്രൈസോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറ്റു പ്രൈസുകളോ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ലോട്ടറിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാ സ്ട്രക്ചറും ഇസ്ലാം മൈസർ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. ഇസ്ലാം അംഗീകരിച്ച കച്ചവടം, ക്രയവിക്രയം എന്ന് പറയുന്നത് വാല്യൂ ഫോർ വാല്യൂ. ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ ഓഫ് വാല്യൂ ഫോർ വാല്യൂ. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്നു, എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടുന്നു. ഇത്തരത്തിൽ രണ്ടാളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ പരസ്പര സമ്മതത്തോടു കൂടി നടത്തുന്ന ക്രയവിക്രയങ്ങളെ മാത്രമേ ഇസ്ലാമിൽ ബൈ ആയിട്ട് അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ചതിയിലൂടെ അവ്യക്തതയിലൂടെ നേടിയെടുക്കുന്ന എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളെയും ഗറർ എന്ന് പറയുന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ലാഭം ഉണ്ടാക്കുന്നതിനെ മൈസർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പോ ഈ 2-3 സംഗതികൾ മാത്രമേ ഖണ്ഡിതമായിട്ടുള്ള നിരോധനങ്ങളായിട്ട് നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കായിദ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊരു ട്രാൻസാക്ഷനിലും ഈ 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ ട്രാൻസാക്ഷൻ ഹറാമാവുകയും നിഷിദ്ധമാവുകയും അല്ല, അതിൽ ഈ ഒരു സംഗതികൾ വരുന്നില്ല എങ്കിൽ ആ ഒരു ക്രയവിക്രയം ജായിസ് ആവുകയും അല്ലെങ്കിൽ നിയമപരമായി സാധുവാവുകയും ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ ലളിതമായൊരു സംഗതിയാണ് ഇസ്ലാമിലുള്ളൂ. അപ്പോ ഈ ഒരു ഉരകല്ല് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനിലും നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന്റെ ഇസ്ലാമിക് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ, മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയതായിട്ടുള്ള ഒരു ടെർമിനോളജി നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് ഇസ്ലാമികമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഒരു സംഗതിയാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കുക. അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇസ്ലാം നിരോധിച്ച സംഗതികളിൽ നിന്നും ആ ക്രയവിക്രയ മുക്തമാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഇനി മറ്റ് ഈ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്കപ്പുറം ചില സംഗതികൾ കൂടി നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇസ്ലാം പരിഗണിച്ച ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇസ്ലാമികമായിട്ടുള്ള ഹുക്കൂമത്ത് നിലനിൽക്കുന്ന, ഇസ്ലാമികമായിട്ടുള്ള നിയമനിർമ്മാണവും നിയമത്തിന്റെ എൻഫോഴ്സ്മെന്റും നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് ബാധകമാകുന്ന എല്ലാ സംഗതികളും അത് ഇസ്ലാമികമായ ഒരു ഹുക്കൂമത്ത് നിലനിൽക്കാത്ത ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് പാലിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു സംഗതി ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അത് നമുക്ക് ശരീഅത്തിന്റെ പുസ്തകങ്ങൾ വിശദമായിട്ട് വായിക്കുമ്പോൾ ഈ ഒരു വേർതിരിവ് അതിന് കൊടുക്കുകയും അതല്ലാത്ത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഇളവുകൾ ഇസ്ലാം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വൈയക്തികമായിട്ടൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ, അദ്ദേഹം വളരെയധികം തഹക്കീക്കുള്ള ഒരു പണ്ഡിതനാകാം, വളരെയധികം അറിവുള്ള വലിയ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോലും കൃത്യമായും വ്യക്തമായും 100% ഇസ്ലാമികമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മാത്രമേ അദ്ദേഹം നടത്തുന്നുള്ളൂ. അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതല്ല എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുകൾ അതിന് തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത
മനുഷ്യന്മാരിപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ പലിശയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പലിശയുടെ ഇൻവോൾവ്മെന്റ് എല്ലാ സംഗതികളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാന നിയമമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ തർക്കിക്കുന്ന ആളുകൾക്ക് അവരുടെ ദീന് ശരിയായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തത്വത്തിൽ അംഗീകരിക്കെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് ഈ ഒരു ലോകത്ത് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോ ഈ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുമ്പോഴും അതിന്റെ അസ്ലുകളെല്ലാം തന്നെ ഹലാലാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് വ്യാപാരം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വ്യവസായം നടത്തുന്നതിന് വേണ്ടി അവരുടെ മൂലധനം എല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ട് ചില കമ്പനികൾ ഉണ്ടാക്കുന്നു. ആ കമ്പനികളുടെ മൂലധനം ഓഹരികളായി വിഭജിക്കപ്പെടുന്നു. ആ ഓഹരികൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനികൾ അവരുടെ മൂലധനം കണ്ടെത്തുന്നു, സ്വരൂപിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ സെക്കൻഡറി മാർക്കറ്റിൽ ആ ഓഹരികളുടെ തന്നെ ക്രയവിക്രയം നടത്തുന്നു. ഈ പറഞ്ഞതിലൊന്നും തന്നെ ഇസ്ലാം എന്താണ് നിരോധിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഇസ്ലാം എന്തെങ്കിലും നിരോധിച്ചതായിട്ട് ആർക്കെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ കൂട്ടുകച്ചവടം നടത്തുന്നത് ഇസ്ലാമിൽ ഹറാമല്ല. ഒരു കച്ചവടത്തിനോ വ്യവസായത്തിനോ വേണ്ടി ആളുകൾ അവരുടെ സമ്പത്ത് സംയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിനോ അതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നതിനോ ഇസ്ലാമിൽ യാതൊരു തടസ്സവും ഇല്ല. ഒരാള് ഒരു കച്ചവടത്തിൽ ഓഹരി ചേർന്നതിന് ശേഷം ആ ഓഹരി മറ്റൊരാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന വിലയിൽ കൈമാറുന്നതിന് ഇസ്ലാമിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുമില്ല. ഒരു പ്രമാണവും ആർക്കും കൊണ്ടുവരിക സാധ്യമേയല്ല. കാരണം ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിലും ഇല്ല, സുന്നത്തിലും ഇല്ല. അപ്പോ ഓഹരി വിപണി അടിസ്ഥാനപരമായിട്ട് ഇതാണ് എങ്കിൽ പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത്? പ്രശ്നം വരുന്നുണ്ട്. കാരണം നമ്മൾ പലിശാധിഷ്ഠിതമായിട്ടുള്ളതും ഇസ്ലാമികമായിട്ടുള്ള പരിഗണനകൾ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അത് ഒരു സംഗതിയുടെ സെൻട്രൽ തീം അല്ലെങ്കിൽ ഒരു സംഗതിയെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന നിയമ സ്രോതസ്സായിട്ട് അംഗീകരിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതിന്റെ വയലേഷൻസ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോക സാഹചര്യത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവൾ വളരെ ബേസിക് ആയിട്ടും വളരെ അടിസ്ഥാനപരമായിട്ടും അവര് പാലിക്കേണ്ട ചില കോമൺ മിനിമം പ്രോഗ്രാംസിനെയാണ് ശരിയ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. ശരിയ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇതിലെ അവസാന വാക്കൊന്നുമല്ല. ഒരാൾക്ക് ബേസിക് ശരിയ സ്ക്രീനിങ് നോംസിനേക്കാൾ ഉയർന്ന ഒരു നിലപാട് സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കാം. ചില ഓഹരികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില മൊറാലിറ്റികൾ അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട എന്ന് വെക്കാം. അതൊക്കെ പോസിബിൾ ആണ്. പക്ഷേ കോമൺ മിനിമം പ്രോഗ്രാം ശരീഅത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളെ ആദരിക്കുന്ന അല്ലെങ്കിൽ ദൈവികമായ നിയമങ്ങളെ അവഗണിക്കാൻ താല്പര്യമില്ലാത്ത അതിൽ ഭയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു ഫ്രെയിംവർക്ക് മാത്രമേ ശരിയ കോംപ്ലയൻസ് എന്ന് പറയുന്നത് തരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് യാതൊരു അവകാശവാദവും അത് ഉണ്ടാക്കിയ ആളുകൾക്കോ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കോ അത് ഇന്നതാണ് എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കോ ആർക്കും തന്നെ അങ്ങനെ ഒരു അവകാശവാദവും ഇല്ല. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ട് വരേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാഹചര്യങ്ങൾ മാറുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഇസ്ലാമികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ മെച്ചപ്പെടുത്താവുന്ന ഒരുപാട് സംഗതികൾ ഇന്നത്തെ ശരിയ സ്ക്രീനിങ് നോംസിൽ ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശരിയ സ്ക്രീനിങ് നോംസിനെ നോക്കി കാണേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോ ഒന്നാമത്തെ സംഗതി എന്താണ്? വളരെ ലളിതമായിട്ടുള്ള ഒരു 3-4 സ്ക്രീനിങ് നോംസ് മാത്രമേ ശരിയ സ്ക്രീനിങ് നോംസ് ഉള്ളൂ. ഒന്നാമത്തെ സംഗതി, നിങ്ങൾ വാങ്ങിക്കുന്ന കമ്പനിയുടെ ഓഹരി ഇസ്ലാം നിരോധിച്ച ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി അല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്നാമത്തെ സംഗതി അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, പലിശാധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ്ങിൽ ഉള്ള ഒരു കമ്പനിയല്ല. അപ്പൊ ബാങ്കുകളുടെ ഓഹരികൾ നിങ്ങൾ വാങ്ങിക്കരുത്. എന്തുകൊണ്ട്? ബാങ്ക് നമുക്ക് നമ്മളുടെ പല ആവശ്യങ്ങൾക്കും ബാങ്കുമായിട്ട് പല ക്രയവിക്രയങ്ങളും ആകാവുന്നതായിരിക്കാം.
പക്ഷേ അതേ സമയത്ത് ബാങ്കിന്റെ തന്നെ ബിസിനസ്സിൽ നിങ്ങൾ ഒരു പങ്കാളിയാകാൻ പാടില്ല. ബാങ്കിന്റെ ബിസിനസ് എന്ന് പറയുന്നത് സൂദാണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബ, അത് പലിശയാണ്. പലിശ ഇസ്ലാം നിരോധിച്ചതാണ്. അതിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളൊരു പങ്കാളിയായിക്കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനോട് യാതൊരു എതിർപ്പുമില്ലാത്ത, അല്ലെങ്കിൽ അതുമായിട്ട് എല്ലാ തരത്തിലും യോജിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കില്ല. അത് വിശ്വാസമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ്. അപ്പൊ അത് ചെയ്യരുത്. രണ്ടാമത്തേതായിട്ട് ആ രീതിയിലുള്ള പല സംഗതികളും, മദ്യമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഹമ്ർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമായിട്ട് നിങ്ങൾ സഹകരിച്ച് വലാ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ നന്മയിൽ നിങ്ങൾ സഹകരിക്കുക, അതുപോലെ തന്നെ മോശമായ സംഗതികൾ, അള്ളാഹു നിരോധിച്ച തിന്മകളിൽ നിങ്ങൾ സഹകരിക്കാതിരിക്കുക എന്നുള്ള ഇസ്ലാമിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്ബോധനം എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിന് കാണേണ്ടതുള്ളൂ. അതിൽ കൊണ്ടുപോയി മുതൽ മുടക്കുക എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല, സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ബിസിനസ് സ്ക്രീൻ എന്ന് പറയുന്ന സംഗതി ഇവിടെ വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സംഗതി ലിവറേജ് സ്ക്രീൻ. എന്താ ലിവറേജ് സ്ക്രീൻ എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഷറഇൽ ഒരു നിയമമുണ്ട്, ബൈ അദ്ദൈൻ എന്ന് പറഞ്ഞാൽ കടങ്ങളുടെ കൈമാറ്റം. കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സമയത്ത് അതിലേക്ക് പലിശയുടെ അംശം കടന്നു വരാതിരിക്കാൻ ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത്, കടങ്ങൾ ഒരാളുടെ കയ്യിലേക്ക് കൈമാറുന്ന സമയത്ത് അത് അറ്റ് പാർ ആയിരിക്കണം, തുല്യ നിലയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ബില്ല് കൊടുക്കാനുണ്ട്, അദ്ദേഹത്തിന് ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ട്, 1,00,000 രൂപയുടെ ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ട് എങ്കിൽ അത് ഒരു മെച്യൂരിറ്റി ഡേറ്റ് ആകുന്നതിന് മുന്നേ മറ്റൊരാൾക്ക് അത് കൈപ്പറ്റാനുള്ള അവകാശം ഈ രണ്ടാമത്തെ വ്യക്തി കൊടുക്കുന്നുണ്ട് എങ്കിൽ 1,00,000 രൂപ കൈപ്പറ്റാനുള്ള അവകാശം മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊന്ന് കൂട്ടാനോ കുറക്കാനോ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. കാരണം കടത്തിൽ വരുത്തുന്ന കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഇൻക്രീസിനെയോ ഡിക്രീസിനെയോ ആണ് ഇസ്ലാമിന്റെ ഭാഷയിൽ റിബ അൻ നസീഅ അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് പലിശ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പലിശ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഡെപ്റ്റ് സ്ക്രീനിങ്, ഒരു ഓഹരി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒരു കമ്പനിക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത മൂലധനം, അല്ലെങ്കിൽ ഡെറ്റ് എന്ന് പറയുന്നത് കടത്തിന്റെ മൂലധനം. ഈ രണ്ട് രീതിയിലാണ് ഒരു കമ്പനിക്ക് അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു, എത്രത്തോളം കടം യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഫൈനാൻസിൽ ടെക്നിക്കൽ ടേംസിൽ ഫൈനാൻഷ്യൽ മിക്സ് എന്നാണ് പറയുന്നത്. അതിനെ ഫൈനാൻഷ്യൽ മിക്സ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു കടമുണ്ടായിരിക്കെ ഒരു ഓഹരി നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് അത് അറ്റ് പാർ ആയിരിക്കുക എന്നുള്ളത് ശറഈ ആയിട്ടുള്ള ഒരു നിയമമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ഓഹരിയിൽ മുന്തി നിൽക്കുന്നത് കടമാണെങ്കിൽ അതിന് കടത്തിന്റെ തന്നെ നിയമം ബാധകമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽ സ്ക്രീനിങ് നോം ഇവിടെ വരുന്നത്. അല്ലാതെ ബാങ്ക് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ പല ആളുകൾക്കുണ്ട്. ബാങ്ക് പലിശനെ 33% ഒതുക്കി എന്ന് പറഞ്ഞാൽ 33% വരെ ബാങ്ക് പലിശ ഓക്കെ ആണെന്നാണ് ഇവർ പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ ആ ഒരു ധാരണയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താനാവും. പക്ഷെ അതല്ല ഇവിടെ അടിസ്ഥാനമായിട്ട് അതല്ല പ്രശ്നം. പലിശാധിഷ്ഠിതമായിട്ടുള്ള കടം ഇസ്ലാം പാടെ നിരോധിച്ചതാണ്. പലിശ ഇല്ലാത്ത കടം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുന്ന സമയത്ത് തുല്യ നിലയിലായിരിക്കണം എന്നുള്ള ഒരു അഡീഷണൽ കണ്ടീഷൻ കൂടി നമുക്ക് ഷറഇൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ അറ്റ് പാർ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ ഒരു ഷെയർ ട്രാൻസാക്ട് ചെയ്യാൻ സാധിക്കൂല. ഒന്നുകിൽ ഫേസ് വാല്യൂവിന്റെ മേലെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ഷെയർസ്, അല്ലെങ്കിൽ കുറച്ച് പെനി സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് ഫേസ് വാല്യൂവിന് താഴെ ആയിരിക്കും. അപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ അക്കൗണ്ടിങ് വാല്യൂവിൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ മൂല്യത്തിൽ, അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അസറ്റ്സിന്റെ തന്നെ ആർബിട്രറി ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ നടത്തിക്കൊണ്ടാണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് 33%, ആ 33% വസീയത്തിൻ്റെതായിട്ടുള്ള ഒരു ആധാരമാണ്
പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇസ്ലാം മൂന്നിലൊന്നിനെ, വസിയത്തിന്റെ കാര്യത്തിൽ മൂന്നിലൊന്നിനെ കൂടുതലായിട്ട് പരിഗണിച്ചു എന്നുള്ളത് കൊണ്ട്, ഒരു ഇജ്തിഹാദി ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇവിടെ മെജോറിറ്റി നിശ്ചയിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 51% എന്ന് പറയുന്നത് മെജോറിറ്റി, അതിന് താഴെയുള്ളത് മൈനോറിറ്റി എന്നുള്ളത് പരിഗണിക്കാതെ 33% കുറഞ്ഞത് മാത്രമേ കടമുണ്ടാകാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്സിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓഹരികളിൽ സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് അനുവദനീയമല്ല എന്നുള്ള നിഗമനത്തിലാണ് ഫിഖ് അക്കാഡമികൾ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാഷ് സെർഫിന്റെ നിയമം നമ്മൾ ഇവിടെ ബാധകമാക്കുന്ന സമയത്ത് പണവുമായിട്ട് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് സെർഫിന്റെ നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് 90% ഓഫ് ദി അസറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം കമ്പനിയുടെ അസറ്റ്സിന്റെ 90% അതിൽ കൂടുതലോ ക്യാഷ് ആവാതിരിക്കുക, അല്ലെങ്കിൽ അത് ക്യാഷ് ഇക്വിവാലൻസ് ആവാതിരിക്കുക എന്നുള്ള ഒരു അഡീഷണൽ സ്ക്രീനിങ് നോം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിയാ റിപ്പഗ്നന്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാലും കുറച്ചൊരു ഇൻട്രസ്റ്റ് ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ഇൻകം ഇൻഫിൽട്രേഷൻ കമ്പനികളിലേക്ക് ഉണ്ടാകാം. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുണ്ടാകാം. അത് കമ്പനികൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ തന്നെ ചില ഇൻഫിൽട്രേഷൻ കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാകാം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ലീവേ ഇതിന് പണ്ഡിതന്മാർ നൽകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 3% താഴെയായിരിക്കാം. ആ 3% താഴെയാണ് എന്നുള്ളത് പോലും പെർജിങ് എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മളുടെ ഇൻകത്തിൽ നിന്നും പുറന്തള്ളണം എന്നുള്ള ഈ ഒരു ബേസിക് സ്ക്രീനിങ് നോംസ് മുന്നിൽ വെച്ചുകൊണ്ട് ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ഫ്രെയിംവർക്കുകൾ ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമേ നമുക്ക് ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള സ്റ്റോക്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം വിറ്റുകൊണ്ട് പിന്നെ അടിയിൽ നിന്ന് വാങ്ങുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഷറയിൽ അടിസ്ഥാനമില്ലാത്ത ഒരു സംഗതിയാണ്. കാരണം ഉടമസ്ഥാവകാശം, മിൽക്കിയത്ത്, അതുപോലെ തന്നെ ഖബ്ള്, പൊസഷൻ, ഇത് രണ്ടും ഇല്ലാത്തൊരു സംഗതിയെ വിൽക്കുന്നത് ഖണ്ഡിതമായിട്ട് ഹദീസുകൾ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അവധി വ്യാപാരത്തിൽ ഇസ്ലാം പറഞ്ഞ കണ്ടീഷൻസിനെ വയലേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഓഹരി വിപണിയിലെ ക്രയവിക്രയങ്ങൾ എന്നുള്ളത് കൊണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലെ ട്രാൻസാക്ഷൻസും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള സംഗതി കൂടി വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ മാർജിൻ ട്രേഡിങ്ങിൽ നമ്മൾ 5 times 10 times ഒക്കെ ലിവറേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺ. നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പലിശ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു കടമാണ് ബ്രോക്കറേജ് ഹൗസ് നമുക്ക് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ രീതിയിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് മാർജിൻ അവൈൽ ചെയ്യുന്നതും ഇസ്ലാമികമായിട്ട് ശരിയാവുകയില്ല. ഇനി ഇതിന്റെ ലാസ്റ്റ് 3rd സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ്. ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓഹരി വിപണിയിൽ നമ്മളിപ്പോ പറഞ്ഞത് 2 സംഗതികളാണ്. ഒന്ന്, എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എങ്കിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ചും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങളെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. അതൊരു സയൻസ് ആയിട്ട് വികസിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലാർജ് ബോഡി ഓഫ് നോളജ് ആണ്. നിങ്ങൾക്ക് എത്രയോ ടെക്സ്റ്റ് ബുക്കുകൾ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫൈനാൻസ്, ഇപ്പം മാനേജ്മെന്റിൽ ഫൈനാൻസ് ഒക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഒരു വാസ്റ്റ് ലിറ്ററേച്ചർ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിലും പോർട്ട്ഫോളിയോ ക്രിയേഷനിലും ഒക്കെ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ എന്നാൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല. അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്ന വർക്കിന്റെ
ഒരു കോംപ്ലക്സിറ്റി അനുസരിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് എത്രത്തോളം അതിൽ ഡീപ്പായിട്ട് പോകേണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ദ പില്ലേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ വാല്യുവേഷൻ, അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് പരിഗണിക്കാനുള്ളത് കമ്പനിയുടെ ടെക്നിക്കൽസ്. ഇത്രയും സംഗതികളാണ്. ഇതില് ഒരു കർസറി ആയിട്ടുള്ള ഒരു നോളജ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ധാരണ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആവാൻ സാധിക്കും. അത് നമുക്ക് ഒരുപാട് ഭാഷാ പ്രാവീണ്യം വേണം എന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർഷത്തെ അക്കാഡമിക് ആയിട്ടുള്ള എക്സർസൈസിന് ശേഷം മാത്രം നേടിയെടുക്കാവുന്ന ഒരു സംഗതിയാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കും ആവശ്യമില്ല. ഈ യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്, യു ക്യാൻ ലേൺ ഇറ്റ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിന് അത് അഡോപ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതിന്റെ ആസ്പെക്റ്റിലേക്ക് പോയിക്കൊണ്ട് 2-3 സംഗതികൾ പറഞ്ഞുകൊണ്ട് നിർത്തണം ഇൻഷാ അല്ലാഹ്. ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി, അത് നിങ്ങൾക്ക് സമയവും സന്ദർഭവും നിങ്ങൾക്ക് താല്പര്യവും ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്നും യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഒന്നാമത്തത്, ഇത് ഒരു അപ്രോച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു സംഗതിയില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, മറ്റു പല ആളുകൾക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരും പ്രായോഗികമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അപ്രോച്ച്. സ്റ്റോക്ക് മാർക്കറ്റിൽ പല അപ്രോച്ചസും ഉണ്ട്. നത്തിങ് ഈസ് റോങ്. ഫണ്ടമെന്റലി അത് കറക്റ്റ് ആണെങ്കിൽ ഒരാളുടെ സാഹചര്യം, അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ, ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ അപ്രോച്ചസ് മാറാം. അപ്പോൾ ഒന്ന്, സ്റ്റാർട്ട് വിത്ത് ടെക്നിക്കൽസ്. ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുക. കൺഫേം വിത്ത് ഫണ്ടമെന്റൽസ്. ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റോക്ക് പിക്സ് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് പിക്സിന്റെ ക്വാളിറ്റി അഫോം ചെയ്യുക. ബൈ ഫോർ വാല്യുവേഷൻ. വെൻ യു പുട്ട് ഇൻ ദ മണി. ഈ 2 സ്ക്രീനിങ്ങിലൂടെയും കടന്നു വന്ന സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ദി വാല്യുവേഷൻ. ഈസ് ദർ എ മാർജിൻ ഓഫ് സേഫ്റ്റി? ബെഞ്ചമിൻ ഗ്രഹാമിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിൽ നിന്നും, വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യമായിട്ട് ആളുകൾക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഹൗ മച്ച് അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ് എ സ്റ്റോക്ക് ഈസ് എന്നുള്ളത്. ആ ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് നോ മാജിക്. അത് ആളുകൾക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിന്റെ കുറച്ച് ടൂൾസ് മാത്രമാണ്. വാട്ട് വി ആർ ബേസിക്കലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്റർപ്ലേ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഏതൊരു മാർക്കറ്റിലും പ്രൈസ് എന്ന് പറയുന്നത്, പ്രൈസ് തിയറി, ഇക്കണോമിക്സിലെ പ്രൈസ് തിയറി എന്ന് പറയുന്നത് എന്താണ്? when the supply increases, price drops. സപ്ലൈ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കുറഞ്ഞാൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്യും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതൊരു മാർക്കറ്റിലും ഫങ്ഷൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ പ്രൈസ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ഫോർ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾസോ. അപ്പൊ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ അനലൈസിങ് ദി പ്രൈസ് ആക്ഷൻ. അപ്പൊ എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് അവിടെ നമ്മൾ പ്രസന്റ് ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിലൂടെ നമ്മൾ ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ there are 5500 ഓഡ് സ്റ്റോക്സ്. 5500-ലധികം സ്റ്റോക്സ് ലിസ്റ്റഡ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഈ 5500 സ്റ്റോക്സിലും എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ക്രയവിക്രയമാണോ നടക്കുന്നത്? അല്ല. വളരെ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഉണ്ട്, ഒട്ടും തന്നെ ട്രാൻസാക്ഷൻസ് നടക്കാത്ത സ്റ്റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂജ് ടേൺ ഓവർ എവറി ഡേ നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റോക്സ് ഉണ്ട്.
അതുപോലെ തന്നെ പെട്ടെന്ന് ഡിമാൻഡ് പിക്ക് ചെയ്യുന്ന ചില ടൈം ഫ്രെയിംസിൽ ഡിമാൻഡ് പിക്ക് ചെയ്യുന്ന സ്റ്റോക്സ്. അപ്പൊ ഡിമാൻഡ് എവിടെയാണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇന്റർപ്ലേ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കല് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അപ്പോ നമ്മൾ പ്രൈസ് ആക്ഷൻ റിഫ്ലെക്ട്സ് ദി സം ഓഫ് ദി പാർട്സ് ഇൻ ദി മാർക്കറ്റ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ആക്ഷൻ ഉള്ളത്, ആ പ്രൈസ് തിയറിയെ ശരിവെക്കുന്ന രൂപത്തിൽ എവിടെയാണോ നമുക്ക് ഡിമാൻഡ് ആക്ഷൻ കാണാൻ കഴിയുന്നത് അവിടെ നമ്മൾ പ്രസന്റ് ആവുക. എന്നാൽ ഡിമാൻഡ് ആക്ഷൻ മാത്രം മതിയോ? പോരാ. ഡിമാൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പററി ആണ്. ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് സോ മെനി ഫാക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ളതും സസ്റ്റൈനബിൾ ആയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് ഒരു സ്റ്റോക്കിൽ ഡിമാൻഡ് ഉണ്ടാകാം. അപ്പൊ നമ്മളുടെ ഷോർട്ട് ടേം വ്യൂ, ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേം വ്യൂ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും അവിടെ ഫണ്ടമെന്റൽസ് കൊണ്ട് നമ്മൾ വെരിഫൈ ചെയ്യുക, വെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിലേക്ക് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ്? വളരെ പ്രായോഗികമായിട്ടുള്ള 5 കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യാതെ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യു ആർ മേക്കിംഗ് എ കോംപ്രമൈസ്. നിങ്ങൾ ഒന്നുകിൽ ടിപ്സ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അഭിപ്രായം ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ശരിയായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വാട്ട് എവർ ഈസ് there in popular opinion you might be following that. ഇതൊന്നും തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇൻവെസ്റ്റ്മെന്റ് ഫെയിലിയർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ 75% അല്ലെങ്കിൽ 80% ആളുകൾക്കും സംഭവിക്കുന്നതാണ്. ഒരു 20-25% മാത്രമേ റീസണബിൾ ആയിട്ട് സ്റ്റോക്സിനെ അനലൈസ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ പോപ്പുലേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി ലെസർ ദാൻ 20%. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബിസിനസ്. അത് ഒരു ബിസിനസിന്റെ ഒരു ഫ്രാക്ഷനാണ്. ആ ബിസിനസ് പെർഫോം ചെയ്യുമെങ്കിൽ മാത്രമേ സ്റ്റോക്ക് ലോങ് ടേമിൽ പെർഫോം ചെയ്യുള്ളൂ. ഷോർട്ട് ടേം ആയിട്ട് നിങ്ങൾ എന്ത് അബറേഷൻസ് കണ്ടാലും ലോങ് ടേമിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി പെർഫോം ചെയ്തിരിക്കണം. അപ്പൊ കമ്പനിയുടെ റവന്യൂ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവസാനത്തെ ഒരു 5 വർഷത്തെ അഡ്വൈസബിളി 10 വർഷത്തെ ട്രെൻഡ് റവന്യൂയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിലും നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. എന്താണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്? ആ കണ്ടിന്യൂസ് റേസ് ഇൻ റവന്യൂ. ഒരു ഗ്രോയിങ് കമ്പനിയുടെ ഫസ്റ്റ് സയൻസ് എന്ന് പറയുന്നത് സ്റ്റഡി റൈസ് ഇൻ റവന്യൂ എന്നുള്ളതാണ്. റവന്യൂ സ്റ്റാഗ്നേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റവന്യൂ ഡിക്രീസ് ചെയ്യുകയാണ് എങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം there might be some problem with the company or there might be some problem with the industry. ഒരു ഡിക്ലൈനിങ് ഇൻഡസ്ട്രിയിലായിരിക്കാം കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. വലിയ രീതിയിൽ ഭാവി മുന്നിലേക്കില്ലാത്ത ഒരു ഡിക്ലൈനിങ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിരിക്കാം കമ്പനി. അല്ലെങ്കിൽ കമ്പനി ഇൻഡസ്ട്രി ഓക്കെ ആണെങ്കിലും കമ്പനി മൈറ്റ് ബി സിക്ക്, there might be poor management. കമ്പനിയുടെ മോഡ്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഷെയർ ഗെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കമ്പനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള നോൺ ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനിയെ വീൽഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യു ഷുഡ് അനലൈസ് ദി റവന്യൂ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. there should be a reasonable maybe 10% and 10% more than that, at least 10% year on year growth in revenue and net profit കാണിക്കുന്ന കമ്പനികളെ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഏർണിംഗ്സ് പെർ ഷെയർ. ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് സിംപ്ലി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. വെരി സിമ്പിൾ. ഒരു ഓഹരിയിൽ എത്ര നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, എത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് EPS നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ EPS എന്ന് പറയുന്നത് ഒരു ഓഹരി ഉടമയ്ക്ക് ഒരു ഓഹരിയിൽ അദ്ദേഹത്തിന് എന്ത് വരുമാനം അല്ലെങ്കിൽ റിട്ടേൺ കമ്പനി നൽകുന്നുണ്ട് എന്നുള്ളതാണ്.
നെറ്റ് പ്രോഫിറ്റിനൊപ്പം റവന്യൂവിനോടൊപ്പവും കണ്ടിന്യൂസ് ആയിട്ട് റൈസ് ചെയ്യുന്ന കമ്പനികളെ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കുക. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ROC ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, കമ്പനി എംപ്ലോയ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൽ എത്രത്തോളം റിട്ടേൺസ് അതിന് നൽകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കട്ട് ഓഫ് സ്വീകരിക്കുക, 10%, 15%, നത്തിങ് ലെസ് ദാൻ 10%, 10% താഴെ റിട്ടേൺ ഓൺ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സേ ഇറ്റ് ഷുഡ് ബി അബൌട്ട് 20%. 20% മുകളിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 15% മുകളിലോ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യാൻ കഴിയുന്ന കമ്പനികളെ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ 4 സംഗതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു സംഗതിയാണ് ഡെറ്റ് എന്ന് പറയുന്നത്. നല്ല കമ്പനീസ്, നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനീസ്, അതുപോലെ തന്നെ സ്റ്റെല്ലാർ പെർഫോമൻസ് തരുന്ന കമ്പനീസ്, ഇതിനെല്ലാം തന്നെ ക്വിക്ക് ഡെറ്റ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കമ്പനിയുടെ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈലി ലിവറേജ്ഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് എങ്കിൽ, പിന്നെ എക്കണോമിക് ഡൗൺ ടേൺ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് കാറ്റാസ്ട്രോഫി, കമ്പനിക്ക് സെയിൽസും പ്രോഫിറ്റും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇക്കണോമിക് കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ കണ്ടീഷനോ ഉണ്ടാകുന്ന പക്ഷം ഡെറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയെ എന്നേക്കുമായിട്ട് നാമാവശേഷമാക്കാൻ കെൽപ്പുള്ള ഒരു സംഗതിയാണ്. അതിന് നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് ഇഫക്റ്റ് എന്ന് പറയും. ലിവറേജ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്സ് കൂട്ടാൻ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാൻ ഡെറ്റിന് സാധിക്കും. അതോടൊപ്പം തന്നെ ലോസസിനെ മാഗ്നിഫൈ ചെയ്യാനും ഡെറ്റിന് സാധിക്കും എന്നുള്ള ഒരു ബേസിക് ലോ എന്ന് പറയുന്നത് ഫൈനാൻസിലുണ്ട്. അപ്പൊ ഡെറ്റ് എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. എപ്പോഴും 20% അതിൽ കൂടുതൽ 20%മോ അതിൽ കൂടുതലോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനിയെ പോർട്ട്ഫോളിയോയിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കാതിരിക്കുക. അത് എത്രത്തോളം ഉയർന്ന ROCE അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രോത്ത് ഇൻ പ്രോഫിറ്റ്സ് ആൻഡ് റവന്യൂ ഇതൊക്കെ കൊടുക്കുന്ന കമ്പനിയാണെങ്കിലും ഇക്കണോമിക്കലി നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇക്കണോമിക് ഡൗൺ ടേൺസ് വരുമ്പോൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ് വരുമ്പോൾ, ദെൻ ഇറ്റ് വിൽ വൈപ്പ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്നുള്ളത് നമുക്ക് ഒരുപാട് തവണ ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇത്രയും സംഗതികൾ നമ്മൾ ഫണ്ടമെന്റൽസിനും വാല്യുവേഷനിലും പരിഗണിച്ചു കഴിഞ്ഞാൽ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഫണ്ടമെന്റൽസിലും ടെക്നിക്കൽസിലും പരിഗണിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ബൈ ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും വാല്യുവേഷൻ എന്ന് പറയുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെട്രിക് കൂടി പരിഗണിച്ചു കൊണ്ട് വേണം ചെയ്യാൻ. അതിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏർണിങ്സ് PE മൾട്ടിപ്പിൾ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ ഈസ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. അപ്പോൾ പ്രൈസ് ബൈ EPS ഇത് 20 അല്ലെങ്കിൽ 25 ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിൽ കൂടുതലുള്ള കമ്പനിയെ നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പനീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈബാക്ക് മെഷറാണ് അല്ലെങ്കിൽ ഒരു പേ ബാക്ക് മെഷറാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് PE റേഷ്യോ നമുക്ക് മെഷർ ചെയ്ത് തരുന്നത്? ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക, മറ്റൊരു കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആളുകൾ പെട്ടെന്ന് തന്നെ എത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് 100 രൂപയുടെ ഷെയർ പ്രൈസ് ഉള്ള കമ്പനി എക്സ്പെൻസീവ് ആണ്. ഒരു ഷെയറിന് തന്നെ 100 രൂപ കൊടുക്കണം. അത് തന്നെ 1000 രൂപ, 3000 രൂപ അല്ലെങ്കിൽ 10000 രൂപ, ഈവൻ 50,000. ഇപ്പോൾ MRFന്റെ ഷെയർ പ്രൈസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നിയർ അബൌട്ട് 50,000 or 60,000 rupees. അപ്പോ ഇത്രയും ഈ ഒരു വാല്യൂ, അതായത് ഒരു ഓഹരിക്ക് എത്ര പൈസ ഉണ്ട് എന്നുള്ള ആ ഒരു കമ്പാരിസൺ വെച്ചുകൊണ്ട് ഒരു ഓഹരിയെ ചീപ്പ് എന്നും അല്ലെങ്കിൽ എക്സ്പെൻസീവ് എന്നും ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രവണത ആളുകൾക്കിടയിലുണ്ട്. അപ്പൊ ആളുകൾ എപ്പോഴും സ്വാഭാവികമായിട്ട് 100 റുപ്യന്റെ താഴെയുള്ള ഷെയർസ് വാങ്ങണം, അല്ലെങ്കിൽ 10 റുപ്യന്റെ താഴെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതെന്ന് പറഞ്ഞാല് മഹാ പൊട്ടത്തരാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ
സ്റ്റോക്സിനെ കുറിച്ച് ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 രൂപ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷറാണ്. ഒരു റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ വളരെ അധികം ആപേക്ഷികമായിട്ടുള്ള ഒരു വാല്യൂ ആണ് 100 രൂപ, 1000 രൂപ അല്ലെങ്കിൽ 10 രൂപ എന്ന് പറയുന്നത്. 10 രൂപ ഓഹരി മൂല്യമുള്ള, ഓഹരിയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു കമ്പനി 100 രൂപയേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആയി എന്ന് വരാം. എങ്ങനെയാണത്? നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് PE റേഷ്യോ ആണ്, പ്രൈസ് ഏർണിങ്സ് റേഷ്യോ ആണ്. എന്താണ് ഈ 10 രൂപ വിലയുള്ള കമ്പനി 1 രൂപയാണ് ഒരു ഓഹരിക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്കിൽ ആ കമ്പനിയുടെ PE മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 10 ആണ്. എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇന്നത്തെ റേറ്റിൽ, ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ഓഫ് പ്രോഫിറ്റ് വെച്ച് 10 രൂപ എന്ന് പറഞ്ഞ് കോട്ട് ചെയ്യുന്ന ഷെയർ പ്രൈസ് പേ ബാക്ക് ചെയ്യണമെങ്കിൽ ആ കമ്പനിക്ക് 10 വർഷം എടുക്കും. അപ്പൊ 10 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ഓഹരി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 1 വർഷം ആ ഓഹരിയിൽ നിന്ന് തിരിച്ചു കിട്ടുക 1 രൂപയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. അത് ഏർണിങ്സ് പെർ ഷെയർ ആയിട്ട് ഒരു ഓഹരിയിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 രൂപയാണ് നമുക്ക് റിട്ടേൺ ചെയ്യാം ആ കമ്പനി. അതിന് നമ്മൾ 10 രൂപ കൊടുക്കണം ആ കമ്പനിയുടെ ഓഹരിക്ക്. അപ്പൊ 10 എന്നുള്ളതാണ് അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരിക. ഇനി 100 രൂപയിൽ നിൽക്കുന്ന ഒരു ഓഹരി, അതിന്റെ EPS എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ആ കമ്പനിയുടെ PE മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് വെറും 2 ആണ്. എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് മാത്രം വാങ്ങിക്കൊണ്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്ന 100 രൂപയെ 2 വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ്. അപ്പൊ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ക്ലാസിക് മെഷർ ആണ് എന്ത്, ഒരു കമ്പനിയുടെ വാല്യുവേഷന്റെ. അപ്പൊ 20 വർഷം വരെ ഉള്ള അല്ലെങ്കിൽ 20 വരെയുള്ള PE മൾട്ടിപ്പിൾസ് ഓക്കെ എന്നാണ് പറയുന്നത്. റീസണബിൾ, അക്സെപ്റ്റബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വെച്ചുകൊണ്ട് 20 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള ഒരു മെഷറാണ്. എന്നാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോർട്ട്ഫോളിയോ ഉള്ള ആളുകൾക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ കിടക്കുന്ന ഷെയർസിന്റെ PE മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യാവുന്നതാണ്. 100, 200, 300, 400, 500 ഒക്കെ PE മൾട്ടിപ്പിളുള്ള പല ഓഹരികളും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. നിങ്ങൾ കൊടുക്കുന്ന വില, ആ കമ്പനിയുടെ ഓഹരിക്ക് നിങ്ങൾ കൊടുക്കുന്ന വില എത്രയോ കൂടുതലാണ്. ഇറ്റ് ഈസ് അൺറീസണബിൾ ആൻഡ് ഇറാഷണൽ എന്നുള്ളതാണ് PE മൾട്ടിപ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി വാല്യുവേഷനിലെ മറ്റ് 2 മെഷേഴ്സ് എന്ന് പറയുന്നത് ഫെയർ വാല്യൂ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് പ്രൈസ് മോഡൽ. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലും അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. പക്ഷെ പ്രാക്ടിക്കലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് PE റേഷ്യോ. എന്നാൽ അത്ര തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ കൂടിയാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതില് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോക്സ് അനലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ ഫ്രെയിംവർക്ക് കൂടി പറയാനുണ്ട്. അതിൽ ഒന്നുമില്ല, നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗെയിനേഴ്സിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ ഈ മാർക്കറ്റിൽ വളരെ ഈ ടിപ്സ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് വെബ്സൈറ്റുകളിലൂടെ ഫീ ബേസ്ഡ് ആയിട്ടൊക്കെ ആളുകൾക്ക് 1, 2, 3 സ്റ്റോക്കിന്റെ ടിപ്സ് എല്ലാ ദിവസവും കൊടുക്കുക. അതിന് ഒരുപാട് പൈസ ചെലവാക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കിട്ടുന്ന ടിപ്സിന്റെ വാലിഡിറ്റി എന്താണ് എന്നുള്ളത് പോലും അറിയാതെ ഇന്ന ആള് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അവിടെ എനിക്ക് ഒരു ചെറിയൊരു സംഗതി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റോക്ക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയവും കുറച്ച് പഠിക്കാനുള്ള മനസ്ഥിതിയും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അതിന് നമുക്ക് ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് bseindia.com. അവിടെ നിങ്ങൾ ദിവസം ഒരു 45 മിനിറ്റ്സ് ടു 1 അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ
ഇവിടെ നിങ്ങൾക്ക് ഗെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഹോം പേജ് ആണ്. ഇവിടെ ഗെയിനേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തിട്ടുള്ള, പ്രൈസ് ഗെയിനിങ് നടത്തിയിട്ടുള്ള സ്റ്റോക്സിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഒരു എക്സൽ ഷീറ്റിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള എ ആൻഡ് ബി കാറ്റഗറി മാത്രം എടുത്തുകൊണ്ട്, ഈ എം കാറ്റഗറി, എക്സ് കാറ്റഗറി എന്നൊക്കെ പറയുന്നത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. പലതരത്തിലുള്ള ഡിഫോൾട്ടിലും പെട്ട് കിടക്കുന്ന കമ്പനീസ് ആണ് എക്സ് കാറ്റഗറിയിലും എം കാറ്റഗറി, മാർക്ക് ടു മാർക്കറ്റ് കാറ്റഗറിയിലൊക്കെ ഉണ്ടാവുക. അതൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഷെയർസ് എ കാറ്റഗറിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഷെയർസ് ബി കാറ്റഗറിയിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ നമ്മളുടെ അനാലിസിസ് ലിമിറ്റ് ചെയ്യുകയും നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും നേരത്തെ പറഞ്ഞിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് തന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോയിലേക്ക് കണ്ടെത്താനായിട്ട് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു സംഗതി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി 2 hours ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു വിശദമായിട്ടൊരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മളിതിനെ നടത്തുന്ന ഏതെങ്കിലും കോഴ്സിലോ പ്ലാറ്റ്ഫോംസിലോ ഒക്കെ ഇതിന്റെ വിശദമായിട്ടുള്ള ട്രെയിനിങ് അവൈലബിൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷന് ഒരു സ്കോപ്പ് ഇന്നത്തെ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ കാണുന്നില്ല. മേ ബി ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സമയത്തേക്ക് അതിക്രമിച്ച് നമ്മൾ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് പിന്നെ ആദ്യം വന്നൊരു ചോദ്യം, can we participate in IPO? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗില് can we participate എന്നൊരു ചോദ്യം ഉണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചില അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു നിരോധനവുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ അതേ സംഗതികൾ നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതായിട്ട് വരും. ഒന്ന്, IPO നടത്തുന്ന കമ്പനിയുടെ കോർ ബിസിനസ് എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ ആണ്. രണ്ടാമത്തത്, ആ കമ്പനി ഈസ് ഇറ്റ് ടു മച്ച് ലിവറേജ്ഡ്. ആ കമ്പനിയുടെ ഒരു IPO നടത്തുന്ന സമയത്ത് അതിന്റെ ആധികാരികമായിട്ടുള്ള രേഖ, ആ കമ്പനിയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പറയുന്ന ഒരു രേഖ നമുക്ക് അവൈലബിൾ ആണ്. പല ആളുകൾക്കും അത് അറിയുന്നുണ്ടാവില്ല, അറിയുന്ന ആളുകളും ഉണ്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ട് IPO അനലൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതെന്ന് പറഞ്ഞാല് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്, RHP എന്നാണ് അതിന് പറയുന്നത്. അത് നമുക്ക് ഒരു IPO വരുമ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ പബ്ലിക് ഡൊമൈനിൽ RHP അവൈലബിൾ ആയിരിക്കും. സെബിയില് ഒരു IPO നടത്തുന്ന കമ്പനി സെബിയുടെ അടുത്ത് ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് RHP, റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് അവൈലബിൾ ആക്കും സെബി. അപ്പോ ഈ IPO നടത്തുന്ന കമ്പനിയുടെ പാസ്റ്റ് ഒരുപാട് വർഷത്തെ ഫൈനാൻഷ്യൽ പെർഫോമൻസ്, അതിന്റെ ആക്ടിവിറ്റീസ്, അതിന്റെ പ്രൊമോട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ ക്യാപിറ്റൽ മിക്സ് എന്താണ്, കമ്പനി പബ്ലിക് അല്ലാതെ ഇരുന്ന സമയത്ത്, അതൊരു പ്രൈവറ്റ്ലി ഹെൽഡ് എൻറ്റിറ്റി ആയിരുന്ന സമയത്ത് അതിന്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് എന്താണ്, എത്രത്തോളം ലിവറേജ് ചെയ്തിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താണ്, അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഒരു ഡോക്യുമെന്റ് ആണ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. ഇത് അനലൈസ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും അതുപോലെ തന്നെ അതിന്റെ ബിസിനസ് ആക്ടിവിറ്റീസും ശരിയാ കംപ്ലൈന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഒരു IPOയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ സംഗതി, IPOസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ IPOs പലതും ഇമോഷണലി ചാർജ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഇപ്പൊ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ IPO എടുത്ത് നോക്കുക. IPO പ്രൈസിൽ നിന്ന് സൊമാറ്റോ ഇന്ന് 45% താഴത്താണ് കിടക്കുന്നത്. നൈക്ക എന്ന് പറയുന്ന കമ്പനിയുടെ, ഇതൊക്കെ ഒരുപാട് ആളുകൾ
എന്താ പറയുന്നത്, ഒരുപാട് ഹൈപ്പ് ചെയ്ത IPOs ആണ്. സൊമാറ്റോ IPO, നൈക്ക IPO, അതുപോലെ തന്നെ മറ്റ് പല IPOസും, അതുപോലെ തന്നെ ഈ നമ്മളുടെ ജീവിതത്തിൽ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ബ്രാൻഡ്സ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ IPOസിന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്താണ് അതിന്റെ വാല്യുവേഷൻ ഉണ്ടോ, എത്ര ടൈംസ് മൾട്ടിപ്പിൾസിലാണ് IPO സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ IPO കോട്ട് ചെയ്യുന്നത്, ആ IPOന്റെ വാല്യുവേഷന് കമ്പനിയുടെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാതെ നമ്മൾ ഒരു ഇമോഷണൽ വേവിന്റെ ഭാഗമായിട്ടാണ് പല IPOസിനും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പേഴ്സണലി ഞാൻ IPO മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കാരണം IPO ബൈ നേച്ചർ നമ്മുടെ മാർക്കറ്റിന്റെ നല്ലൊരു ഭാഗം ഇമോഷണലി ചാർജ്ഡ് ആണ്. അത് ആക്ച്വൽ ഫൈനാൻഷ്യൽ പെർഫോമൻസിൽ ബേസ് ചെയ്തിട്ട് മാത്രമല്ല IPOസിന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നതുകൊണ്ട് IPOs പലതും ഒഴിവാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പലതുമല്ല, ഞാൻ ഒരു IPOസും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പൊ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. സൊമാറ്റോ എവിടെയാണ് കിടക്കുന്നത്? സൊമാറ്റോന്റെ IPO സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പൊ നല്ല ഹ്യൂജ് ലോസിൽ ഉണ്ടാവും. നൈക്ക എന്ന് പറയുന്ന മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ IPO, അതും ഇപ്പൊ ഹ്യൂജ് ലോസിലാണ്. അപ്പോൾ IPOസിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ രണ്ട് വശങ്ങളിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ഒന്ന് ശരിയ കംപ്ലയൻസിന്റെ ഒരു വശം, രണ്ടാമത് ആക്ച്വലി നമ്മൾ ഫൈനാൻഷ്യൽ റാഷണൽ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഈ IPO വേവിന്റെ ഭാഗമാകുന്നതിൽ വല്ല കാര്യമുണ്ടോ. അതേ സമയത്ത് IPOയിൽ ബ്ലോക്ക് ചെയ്തിടുന്ന പൈസ വളരെ റീസണബിൾ ആയിട്ട് ചീപ്പായിട്ട് കിടക്കുന്ന പല കമ്പനീസിന്റെയും ഷെയർസ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഈവൻ ഇക്കണോമിക് ഡൗൺ ടേൺ വരുമ്പോൾ പോലും അത്രയൊന്നും ക്രാഷ് ചെയ്യാതെ നമുക്ക് ഒരു ഹെഡ്ജായിട്ട്, അതുപോലെ തന്നെ പിന്നീട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ ഹ്യൂജ് ഗെയിൻസ് ആയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. പക്ഷെ IPO മാർക്കറ്റ് ഈസ് എ വെരി ട്രിക്കി മാർക്കറ്റ്. പിന്നെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ ഇവിടെ സമയം ഓൾറെഡി കുറെ ലേറ്റായി, എന്നിട്ട് നമുക്ക് പൂർത്തിയായിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോ ഇത് നമ്മൾ ഓരോരുത്തർ ഇൻഡിവിജ്വലി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇടപെടാം എന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ ഒരുപക്ഷെ വേണ്ടത്ര എഡ്യൂക്കേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ രൂപത്തിൽ സമയവും ഇല്ലാത്ത ആളുകൾക്ക്, നമുക്ക് ഈ ഫീൽഡിലേക്ക് അതിന് സമയം ഒരുപക്ഷെ അതുമേ ഇരിക്കാൻ സമയം കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് നമുക്ക് വിശ്വസിക്കാവുന്ന ഇത്തരം ഇസ്ലാമിക് ബേസായ നമുക്ക് ഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളെ ഡയറക്റ്റ് ചെയ്തു തരാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരം കൺസൾട്ടൻസി കമ്പനികൾ ഉണ്ടോ? അതായത് നമ്മൾ അവരെ ബന്ധപ്പെടുന്നു, അവരിലേക്ക് നമ്മൾ കാശ് കൊടുക്കുന്നു, അവരെ വഴിക്ക് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അവർ ഇടപെടുന്നു. അങ്ങനെ അവർക്ക് അതിന്റെ സർവീസ് ചാർജ് അവർ ഈടാക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലേ? അത് നമുക്ക് ഉണ്ടോ എന്ന് സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ സംഗതി, മ്യൂച്വൽ ഫണ്ട് തന്നെ ഈ ഒരു പെർപ്പസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാർക്കറ്റിന്റെ എല്ലാ ഗതിവിഗതികളിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റ് ഹൈ ആയിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, ലോ ആയിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, ആവറേജ് വാല്യൂഷനിൽ ഉണ്ടാകുമ്പോൾ അയാൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്റ്റോക്കിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ വല്ലാതെ ബോധർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഇല്ല. അദ്ദേഹം ഇത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, നല്ല ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നല്ല ഒരു സ്കീമിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ശരിയാ കംപ്ലയൻസ് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-3 ഓപ്ഷൻസേ ഉള്ളൂ. ഇന്ത്യയിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. ശരിയാ കംപ്ലയൻസ് നിർബന്ധമായിട്ട് ഉണ്ടാകണം അല്ലെങ്കിൽ അതിനടുത്ത് എവിടെയെങ്കിലൊക്കെ എത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ടോറസ് എത്തിക്കൽ ഫണ്ട് ഉണ്ട്, നിപ്പോണിന്റെ ഒരു ETF ഉണ്ട്, ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇതില് നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നമുക്ക് ഒരുപാട് എക്സ്പെർട്ടീസിന്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊരു ഡിസിപ്ലിൻ മാത്രമേ അവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ, നല്ല ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നല്ല ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമേ നിങ്ങൾ കാണിക്കേണ്ടതുള്ളൂ. ലംസം ആയിക്കോട്ടെ, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് ഒരു ദീർഘകാലത്തേക്ക് കൃത്യമായിട്ട് തുടർന്നു പോകാനുള്ള ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഒരു ആവറേജ് പ്രൈസ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇൻ ദ ലോങ് ടേം മാർക്കറ്റ് ഹാവ് എ പോസിറ്റീവ് ബയസ് ആൻഡ് അപ്വേർഡ് ബയസ് എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് പ്രോഫിറ്റിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റും. ഇനി ഫണ്ടുകളുടെ കാര്യം, മ്യൂച്വൽ ഫണ്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് ഹെഡ്ജ് ഫണ്ട്സ് ആണ്, പ്രൈവറ്റ് ഫണ്ട്സ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് റൺ ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആയിട്ട്. അതിൽ പക്ഷേ മ്യൂച്വൽ ഫണ്ട് പോലെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. കുറച്ച് റിസ്ക് അസ്യൂം ചെയ്യുന്ന, കുറച്ചും കൂടി മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അത് ചിലപ്പോൾ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടോ ഒരു ഗ്രൂപ്പായിട്ടോ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കൃത്യമായിട്ട് ഒരു ഡിലിജൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമോ സന്ദർഭമോ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് കൃത്യമായും നിങ്ങൾ ഒരു ഇൻകത്തിന്റെ ഒരു പോർഷൻ അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വേണ്ടി മാറ്റി വെക്കുകയും അത് കൃത്യമായിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും, അത് പിന്നെ വലിയൊരു കോർപ്പസ് ആകുമ്പോൾ അതിന്റെ ഫോം നമുക്ക് മാറ്റാം. അതൊരു പ്രോപ്പർട്ടിയിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മറ്റു ഹോൾഡിങ്സിലേക്കോ നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഡിസിപ്ലിൻ തന്നെ നമുക്ക് ലാഭകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കാൻ മതിയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ്. ഐ തിങ്ക് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഗെയിനും അതേപോലെ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഉള്ള ട്രേഡ്. അത് ശരീഅത്തിന് വിരുദ്ധമല്ലേ? സ്റ്റോക്കിന്റെ വാല്യൂ അത് കൃത്രിമമായി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമല്ലോ, അത് ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോ ഒന്നാമത് ഈ സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നതിന്റെ കൃത്യമായ നിർവചനം അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു താരീഫ് ഈ ചോദ്യത്തിൽ വന്നിട്ടില്ല. ഒന്ന്, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ലോസ് വരുന്ന ബിസിനസ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളെയാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല ഉള്ളത്. അത് ഏത് ബിസിനസ്സിലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ലോസും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിച്ചത് ഇൻട്രാഡേ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ഒക്കെ ആണെങ്കിൽ അത് ഓൾറെഡി ഹറാമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഹറാമാകുന്നതിന് അതിൻ്റെതായിട്ടുള്ള സബബുകളുണ്ട്, എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻട്രാഡേ എന്ന് പറയുന്നത് എല്ലാം ഹറാമല്ല. ഉദാഹരണത്തിന് ഒരാൾ 10 ലക്ഷം രൂപ കൊണ്ട് സ്വന്തം അക്കൗണ്ടിലുള്ള പൈസ കൊണ്ട് ഒരു ദിവസം വാങ്ങിച്ച ഓഹരി അന്ന് തന്നെ വിറ്റു എന്നുള്ളത് കൊണ്ട് അതിൽ ഹറാമാണ് എന്ന് പറയാനുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല, ദലീലുകളുമില്ല. അപ്പൊ ഇന്ന് വാങ്ങിച്ച സാധനം ഇന്ന് തന്നെ വിൽക്കാൻ പാടില്ല എന്ന് ശരീഅത്തിൽ എവിടെ ഇല്ല. പിന്നെ അതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഖബൽ അൽ ഹുക്മി, ഖബൽ അൽ ഹഖീഖി എന്നുള്ള 2 തരത്തിലുള്ള ഖബലുകൾ ശരീഅത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ ക്ലിയറിംഗ് കോർപ്പറേഷൻ നമ്മൾ വാങ്ങിച്ച സാധനം നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അതിന്റെ ക്രെഡിറ്റ് അഷ്യൂർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ക്ലിയറിംഗ് കോർപ്പറേഷൻ അഷ്യൂറൻസിന്റെ ബലത്തിൽ നമുക്ക് ഒരു ദിവസം വാങ്ങിച്ച സാധനം അന്ന് തന്നെ വിൽക്കാവുന്നതാണ്. നമ്മൾക്ക് ഡെലിവറി കിട്ടേണ്ട, നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെലിവറി കിട്ടേണ്ട സംഗതി നമ്മളുടെ കൗണ്ടർ പാർട്ടിക്ക് ഡെലിവറി പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വീപ്പിംഗ് ചേഞ്ചസ്, അതായത് ഒരാളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ തകർക്കുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എവിടെയാണ് വരുന്നത്? അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും ഹൈ ലിവറേജിലുമാണ് ആ സംഗതി വരുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആളുകളെ പല സമയത്തും ബ്രോക്കേഴ്സ്
മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് അവരെ ആദ്യമേ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്കും അതുപോലെ തന്നെ ഇൻട്രാഡേയിലേക്കും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇത്തരത്തിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൽ സംഭവിക്കുന്നത്? മാർജിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിവറേജ് എന്ന് പറയുന്നത് 10 ടൈംസ് 20 ടൈംസ് 50 ടൈംസ് ഒക്കെയാണ് ലിവറേജ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷത്തിന്റെ 10 ടൈംസ് പൊസിഷൻ നിങ്ങൾക്ക് മാർക്കറ്റിൽ എടുക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വരെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2 കോടി രൂപ വരെ, അല്ലെങ്കിൽ 5 കോടി രൂപ വരെയൊക്കെ ലിവറേജ് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളെ ട്രേഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടായാൽ ഹ്യൂജ് ഗെയിൻസ് ഉണ്ടാവും. അതേ സമയത്ത് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള അസറ്റ് കൂടി വിറ്റാൽ പോലും തീർക്കാൻ പറ്റാത്ത കടങ്ങളും ഇതുകൊണ്ട് വരും. ഇത് എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത്? ലിവറേജ് ചെയ്യുന്നതുകൊണ്ടാണ്. ലിവറേജിന്റെ ഇഫക്റ്റ് ആണ്. അപ്പൊ ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് തന്നെ ഇസ്ലാമിലെ നിലനിൽക്കുന്ന ട്രാൻസാക്ഷണൽ റൂൾസ് പ്രകാരം നമുക്ക് നിഷിദ്ധമാണ് എന്നിരിക്കെ ഇത്തരത്തിലുള്ള സ്വീപ്പിംഗ് ആയിട്ടുള്ള ലോസിൽ നിന്നും ഓൾറെഡി ശരീഅത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് പരിഗണിക്കാതെ ഇത്തരം മാർക്കറ്റിൽ പോയി ട്രാൻസാക്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക. നേരെ മറിച്ച് ഒരു 1 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങിച്ച് അത് തന്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെലിവറി എടുത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരമാവധി അദ്ദേഹത്തിന് എന്താ സംഭവിക്കാനുള്ളത്? 1 ലക്ഷം രൂപ മുഴുവൻ നഷ്ടപ്പെടും. ഈ ഒരു ഇറക്കിയ പൈസ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരേ ഒരു കച്ചവടമല്ലല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പലചരക്കട തുടങ്ങിയാൽ പോലും സംഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് കച്ചവടം ചെയ്താലും സംഭവിക്കാം. നിങ്ങൾ വേറെ എന്ത് കച്ചവടം ചെയ്താലും മുഴുവൻ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു വരാം. അത് കച്ചവടത്തിന്റെ തന്നെ ഭാഗമാണ്. കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ട്. നഷ്ടം എന്ന് പറയുന്ന സാധ്യത അത് പരിഗണിച്ചുകൊണ്ട് കച്ചവടത്തിന്റെ നഷ്ടസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ കച്ചവടത്തിന്റെ ലാഭത്തിന് അർഹതയുള്ളൂ എന്നുള്ളത് പ്രവാചക വചനത്തിലും നമുക്ക് കാണാവുന്നതാണ്. പറഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ റവന്യൂ എന്ന് പറയുന്നത് ഒരു കച്ചവടത്തിൽ എടുക്കുന്ന അപകട സാധ്യതക്കുള്ള പ്രതിഫലമാണ് എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോ കച്ചവടത്തിൽ ഉറച്ച ലാഭം എന്ന് പറയുന്നത് ഇല്ല, അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട നിർണിതമായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് കച്ചവടത്തിൽ ആർക്കും ഉപാധിയാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ കച്ചവടത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു അപകട സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ, എന്താണ് സംഭവിക്കുക എന്നറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ചൂതാട്ടമാക്കി മാറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഹൈലി ലിവറേജ്ഡ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളത് ഓൾറെഡി ശരീഅത്തിലെ മറ്റ് നിയമങ്ങൾ കൊണ്ട് തന്നെ നിഷിദ്ധമാണ്. അങ്ങോട്ടുള്ള എൻട്രി തന്നെ നിഷിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ ഉള്ള പൈസക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഓഹരികൾ, നല്ല ഓഹരികൾ, അതിലുള്ള നഷ്ടസാധ്യത എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഇല്ല. അത് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു പിക്ചർ ബ്രോക്കേഴ്സ് തരുന്നത് കൊണ്ടും ആദ്യം തന്നെ അത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. As a layman, how one can understand the particular stock is Sharia compliant? Any easy method? ഏകദേശം വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി 2-3 വെബ്സൈറ്റുകളുണ്ട്. ഇനിയിപ്പോ ഇതൊന്നും ഫൈനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ എടുത്ത് നോക്കി ഓരോ സമയത്തും അനലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇസ്ലാമിക്ലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മോറലെസ് ശരിയാ കംപ്ലൈന്റ് ആണോ അല്ലേ എന്നുള്ളത് അവിടെ കിട്ടും. അതുപോലെ തന്നെ ansari.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇത് 100% ചിലപ്പോ ansari.com കാണിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ്ലാമിക്കലി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കംപ്ലൈന്റോ നോൺ കംപ്ലൈന്റോ ഒക്കെ കാണിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോ ഈ ഒരു സംഗതിയിൽ
മഹാരത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിൽ നൈപുണ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ അനാലിസിസിൽ ചിലപ്പോൾ ചില കമ്പനീസ് ശരിയാ കോംപ്ലൈന്റ് ആയിട്ട് കിട്ടി എന്ന് വരാം. എന്നാൽ അതേ സമയത്ത് ഈ വെബ്സൈറ്റിൽ ചിലപ്പോൾ അത് ശരിയാ നോൺ കംപ്ലൈന്റോ അല്ലെങ്കിൽ തിരിച്ചു സംഭവിക്കാം. അത്തരത്തിലുള്ള മാർജിനൽ ആയിട്ടുള്ള സംഗതികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡീപ്പായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ല. മൊത്തത്തിൽ ഒരു കമ്പനി ശരിയാ കംപ്ലൈന്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയണം. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനത്തെ വെബ്സൈറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യാവുന്ന islamically.com അല്ലെങ്കിൽ ansari.com അവിടെ പോയി അടിച്ചു കഴിഞ്ഞാൽ മോറലെസ് അത് ശരിയാ കംപ്ലൈന്റ് ആണോ നോൺ കംപ്ലൈന്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിന് ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള സ്റ്റോക്സ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഷറിയ റിപ്പഗ്നന്റ് എന്ന് പറയുന്ന 3% ഒരു കേസ് താങ്കളുടെ പ്രസന്റേഷൻ. ഓക്കെ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ശരിയാ റിപ്പഗ്നന്റ് ഇൻകം സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിങ് മെത്തഡോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനിങ് നോമാണത്. ഏറ്റവും അവസാനമായിട്ട് വരുന്ന സ്ക്രീനിങ് നോം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു കോൺട്രാക്ടിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്ടിങ് കമ്പനിയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ PWD വർക്ക്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് വർക്ക്സ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ പല ടെൻഡേഴ്സും നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഗവൺമെന്റിൽ ഉദാഹരണത്തിന് ഒരു ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് ആ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഗവൺമെന്റിന് കൊടുത്താൽ മാത്രമേ നമുക്ക് ടെൻഡേഴ്സിൽ പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ. ഇത് ഗവൺമെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കമ്പനികളാണ് ടെൻഡേഴ്സിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഗവൺമെന്റിന് വരുത്തി വെക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോംസ് ഫുൾഫിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിന്റെ ലോസ് റീകൂപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇടുന്നത്. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനൊരു കോൺട്രാക്ടറാണ്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ ഇട്ടു, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഇട്ടു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നമ്മൾ ഇട്ടു. അപ്പോൾ അതിൽ ഒരു ഇൻട്രസ്റ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതൊരു കേസ്. ഇനി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാനൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള എന്തെങ്കിലും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്നൊക്കെ പലിശ വരുമാനങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, പലിശ ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പർപ്പസ്ഫുള്ളി അതൊരു ഏർണിംഗ് സ്ട്രീമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് ഏർണിംഗ് അവന്യൂ, എൻ്റെ സർപ്ലസ് ഫണ്ട്സ് പ്രോഫിറ്റബിളി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവന്യൂ ആയിട്ട് കണ്ടുകൊണ്ട് ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള നിർബന്ധിത സാഹചര്യങ്ങളിൽ ഒരു കമ്പനി ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ശർഈ ആയിട്ടുള്ള ഒരു പോയിന്റിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോ ഇതിനെ എങ്ങനെ വേർതിരിക്കാം? ചില കമ്പനീസ് ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു IT കമ്പനി ഉണ്ട്. ഒരു IT കമ്പനീസ് പല കേസിലും ക്യാഷ് റിച്ച് ആയിരിക്കും. കാരണം IT എന്ന് പറയുന്നത് ഒരു ലോ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ അത്രയും ക്യാപിറ്റൽ ഇന്റൻസിറ്റി IT ഫേംസിനോ ഇൻഫർമേഷൻ ടെക്നോളജി ഫേംസിനോ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അവരുടെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ടൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പലപ്പോഴും ഷോർട്ട് ടേം ലിക്വിഡ് ഫണ്ട്സിലോ ബാങ്ക് ഡെപ്പോസിറ്റ്സിലോ ആയിരിക്കും. അപ്പോൾ ഇത് കൺസിഡറബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം കമ്പനിയുടെ അക്കൗണ്ട്സിലേക്ക് വരാൻ കാരണമാകും. എന്നാൽ മറ്റു ചില കമ്പനീസ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന പെക്യുലർ ആയിട്ടുള്ള ഇക്കണോമിക് സിറ്റുവേഷൻസിൽ ഇനെവിറ്റബിൾ ആയിട്ട് ആ കമ്പനിയുടെ അക്കൗണ്ട്സിലേക്ക് വരുന്ന പല ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാവും. ഇതിന് വേർതിരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നോമാണ് ഇൻട്രസ്റ്റ് ഇൻകം സ്ക്രീനിങ്. അതിൽ എന്താണ് ചെയ്യുന്നത്? സ്ക്രീനിങ് നോം എന്ന് പറയുന്നത് ഇത്രയാണ്: ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ റവന്യൂ ഓഫ് ദി കമ്പനി ഇൻടു 100 ആസ് എ പെർസെൻറ്റേജ്. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള പലിശ വരുമാനമോ ശരിയാ റിപ്പഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ അംഗീകാരമില്ലാത്ത സ്രോതസ്സിലൂടെ വന്നതായിട്ടുള്ള ഇൻകമോ,
ഇത് ടോട്ടൽ റവന്യൂവിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് 3% കുറവായിരിക്കണം എന്നുള്ളതാണ് ഈ സ്ക്രീനിങ് നോം പറയുന്നത്. അങ്ങനെ 3% കുറഞ്ഞ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡിന്റെ ഭാഗമായി തീരും. അങ്ങനെ ഡിവിഡൻഡിന്റെ ഭാഗമായി തീരുകയാണെങ്കിൽ അതുപോലും പർജ് ചെയ്ത് ഒഴിവാക്കണം. എന്നാൽ 3% കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു കമ്പനി ഇൻ റിലേഷൻ ടു ദി ടോട്ടൽ റവന്യൂ, അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സ്ക്രീനിങ് നോം പറയുന്നത്. ആ കമ്പനിയുടെ കോർ ബിസിനസ് ഹലാലാണെങ്കിലും ശരി, അതിന്റെ ഡെപ്റ്റ് സ്ക്രീനിങ് ഓക്കെ ആണെങ്കിലും ശരി, അതിന്റെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവാലന്റ് സ്ക്രീനിങ് നോം, ആ 3 സ്ക്രീനിങ് നോമിലും ഈ കമ്പനി പാസ്സായി വന്നാലും ഈ അവസാനത്തെ സ്ക്രീനിങ് നോം അതിൽ ആ കമ്പനി ഫെയിൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനി ശരിയാ സ്ക്രീനിങ് മൊത്തത്തിലുള്ള അതിന്റെ പ്രോസസ്സ് കടന്നു വരില്ല. അപ്പൊ ശരിയാ കംപ്ലൈന്റ് ആയിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ഇതാണ് പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും സിദ്ധാർത്ഥ് സാഹിബ്. സംശയം ചോദിക്കാനുള്ളത്, നമ്മള് ഫ്യൂച്ചർ ഓപ്ഷൻസ്, ഷോർട്ട് സെല്ലിങ്, മാർജിൻ സെല്ലിങ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഷെയറിന്റെ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് മാർക്കറ്റിൽ ഇത്രയും വലിയ ബൂമിംഗ് ഒക്കെ വരാനുള്ള മെയിൻ കാരണം നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും അത് മറ്റാൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ വരുന്ന ഇൻകത്തിൽ ആ ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ, ഒരു ഇസ്ലാമിക് മാർക്കറ്റിൽ ഇത്തരം സംഗതികളൊന്നും അനുവദിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അപ്പൊ ഉദാഹരണത്തിന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരു മാർക്കറ്റിൽ ഇപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5500ഓളം കമ്പനീസ് ലിസ്റ്റഡ് ആണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉള്ള എത്ര കമ്പനീസ് ഉണ്ട്? 100ഓ 150ഓ കമ്പനീസ് അല്ലേ കാണുള്ളൂ. ഇപ്പോ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ഉള്ള കമ്പനീസ് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഓപ്ഷൻസ് എനേബിൾഡ് ആയിട്ടുള്ള കമ്പനീസ് നോക്കിക്കഴിഞ്ഞാലും ഹാർഡ്ലി 100 to 150 കമ്പനീസ് ഉണ്ടാവുള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഒരു ഫംഗ്ഷൻ ആണ് മാർക്കറ്റിലുള്ള മൊത്തം ഗെയിൻ എന്ന് പറയാൻ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല. പിന്നെ നമ്മൾ ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്യാഷ് മാർക്കറ്റ് കോറിലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ സംഗതി നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് മാർക്കറ്റിലുള്ള പ്രൈസിനെ ഫോളോ ചെയ്തിട്ടാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ പ്രൈസ് പോകുന്നത്. നേരെ തിരിച്ചല്ല. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ പ്രൈസിനെ ഫോളോ ചെയ്തിട്ടല്ല ക്യാഷ് മാർക്കറ്റിന്റെ പ്രൈസ് പോകുന്നത്. അപ്പൊ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് എന്തായിരിക്കും? ആ ക്യാഷ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് ആ ഫ്യൂച്ചേഴ്സിന്റെ ഫീ എന്ന് പറഞ്ഞാൽ ആ ഫ്യൂച്ചേഴ്സിന്റെ സ്പ്രെഡ് എന്ന് നമ്മൾ പറയും. ആ സ്പ്രെഡും ക്യാഷ് മാർക്കറ്റിനോട് ഫ്യൂച്ചേഴ്സിന്റെ സ്പ്രെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫ്യൂച്ചേഴ്സ് പ്രൈസ്. അപ്പോ what I'm saying is that futures price is a function of cash market price. Cash മാർക്കറ്റിൽ ആക്ച്വൽ ക്യാഷ് മാർക്കറ്റിൽ ഉള്ള വോള്യൂംസിനെ അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് മൂവ്മെന്റിനെ ഫോളോ ചെയ്തിട്ടാണ് ഫ്യൂച്ചേഴ്സ് പ്രൈസ് വരുന്നത്. രണ്ടാമത്തെ സംഗതി, ഫ്യൂച്ചേഴ്സ് എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ ലിക്വിഡ് ആയിട്ടുള്ള, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനീസിൽ മാത്രമേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എനേബിൾഡ് ആയിരിക്കുള്ളൂ. ഉദാഹരണത്തിന് ഞാനിപ്പം പ്രിസിഷൻ വയേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. പ്രിസിഷൻ വയേഴ്സിൽ ഫ്യൂച്ചേഴ്സ് പോലും ഇല്ല, ഓപ്ഷൻസും ഇല്ല, ക്യാഷ് മാർക്കറ്റിൽ മാത്രം ട്രാൻസാക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഏതൊരു കമ്പനിയും നമ്മൾ വാല്യൂ അനാലിസിസ് നടത്തിക്കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലൊക്കെ ആയിരിക്കും. ആ കമ്പനീസിൽ ഒന്നും തന്നെ ഫ്യൂച്ചേഴ്സ് ഉണ്ടാവില്ല, ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോ താങ്കൾ പറഞ്ഞ ഒരു സംഗതി ശരിയാണ്. മൊത്തത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് മാർക്കറ്റ് 100% ശരിയാ കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. അത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഏത് മാർക്കറ്റും, നമ്മളുടെ ഫിസിക്കൽ കമ്മോഡിറ്റീസ് മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ബാങ്കിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഒന്നും തന്നെ 100% ശരിയാ കംപ്ലൈന്റ് ആണ് എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബേസിക് ഇക്കോണമി എന്ന് പറയുന്നത് ശരിയാ കംപ്ലൈന്റ് അല്ല. അവിടെ ശരിയാ കംപ്ലൈന്റ് അല്ലാത്ത പല എലിമെന്റ്സും ഉണ്ടാവും.
പക്ഷെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമ്മൾ ഏതൊരു സ്റ്റോക്ക് വാങ്ങിയാലും അതിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഒരു പ്രഭാവം കൊണ്ട് മാത്രമാണ് അവിടെ ഗെയിൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിക്കും ഫാക്ച്വലി അത് ശരിയല്ല. കാരണം ഒറ്റ സംഗതി നമ്മൾ ഓർത്താൽ മതി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എനേബിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനീസിന്റെ എണ്ണം വളരെ കുറവാണ്. അത് തന്നെ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സ് മാത്രമാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ആ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുള്ള ഒരു ട്രാൻസാക്ഷനും ആക്ച്വലി ക്യാഷ് മാർക്കറ്റിലുള്ള കമ്പനിയുടെ ക്യാഷ് മാർക്കറ്റിലുള്ള ഓഹരിയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. നേരെ തിരിച്ചാണ്, ക്യാഷ് മാർക്കറ്റിൽ ഡിപ്പ് ചെയ്താൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഡിപ്പ് ഉണ്ടാവും. ക്യാഷ് മാർക്കറ്റിൽ ആക്ച്വലി ഡിമാൻഡ് വർദ്ധിച്ച് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതിനെ റിഫ്ലക്ട് ചെയ്യും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്.